Hello viewers and welcome to Comedy Masters. നമ്മുടെ മാസ്റ്റേഴ്സും റെഡി ആയിട്ട് കോമഡി മാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ ഷോ ആരംഭിക്കാൻ റെഡി ആയിട്ടുണ്ട്. ഹായ് രമേശ് ചേട്ടാ. ഹായ് പ്രകൃതി ചേട്ടാ. രമേശ് ചേട്ടൻ ഇടയ്ക്ക് ഇത്തിരി ചിന്ത കൂടുന്നുണ്ടോ? ഇല്ല, കൂടുന്നില്ല. ഭയങ്കര ആലോചന. എനിക്ക് തോന്നുന്നത് രമേശ് മാഷ്. രമേശ് അല്ല തിരിച്ചാ. എന്നെ സംബന്ധിച്ച് ആർക്കും അറിയാത്തൊരു സത്യം, ചിലർക്ക് അറിയാം. അതായത് ഞാൻ ടെൻഷൻ കൂടുന്നവരും കൂടുതൽ തമാശ അലമ്പമായിക്കൊണ്ടിരിക്കും. റിലാക്സ്ഡ് ആണെങ്കിൽ കൂടുതൽ നിശബ്ദനായിക്കൊണ്ടിരിക്കും. ആണോ? അങ്ങനെയാ നമ്മുടെ പരിപാടിയൊക്കെ പൊളിയൂല്ലേ? ചില പരിപാടിയൊക്കെ പൊളിഞ്ഞ് എല്ലാരും തല്ലാനൊക്കെ പിടിച്ചപ്പോ ഞാൻ ഭയങ്കര കോമഡി ആയിരിക്കുള്ളൂ. ഭയങ്കര കോമഡി ചാർജ് ആയിട്ടൊക്കെ നിൽക്കും. എല്ലാം സക്സസ് ആണ്, കുറച്ച് സൈലന്റ് ആയി. ഓരോരുത്തർക്ക് അങ്ങനെ നേരെ റിവേഴ്സ് കിടക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് ഭയങ്കര സക്സസ് ആയിട്ട് എടുക്കണം. ഞാൻ വളരെ റിലാക്സ്ഡ് ആണ്, നല്ല സന്തോഷമായിട്ടിരിക്കുക. നമ്മൾ അത്രയും കിടില് വന്നില്ല അതിന്റെ മീനിങ്. അല്ലെന്നാര് പറഞ്ഞ എലീനെ പണ്ട് കിടിലാണ്. ഞാൻ കിടിലാന്ന് എനിക്കറിയാം. അത് മാത്രല്ല എന്റെ അടുത്ത് വന്ന ഒന്നുകൂടെ പുള്ളി റിലാക്സ്ഡ് ആണ്. അതെനിക്ക് സംശയമുണ്ട്. അപ്പൊ ഇങ്ങോട്ട് ഇട്ട് നോക്കിക്കേ. ഞങ്ങൾ ഒരു മാസം ഒന്നിച്ച് അമേരിക്കയിലെ എന്തെല്ലാം വിക്രയങ്ങൾ നടത്തിയിട്ടുള്ള ആൾക്കാരാന്നറിയാവോ? നിങ്ങൾ എന്നെ കൊണ്ടാവതോണ്ടാ ഒരു തവണ എന്നെ അന്ന് ഞങ്ങളാ അമേരിക്കയിൽ പോയപ്പോ എലീന ഫീൽഡിൽ ഇല്ല. ഒരു കാര്യം പറയട്ടെ, കൊണ്ടായിരുന്നു കുഞ്ഞായിരിക്കും ചിലപ്പോ. എന്നെ വെച്ചിട്ട് ഞങ്ങൾ ഒന്നിച്ചിട്ട് അമേരിക്ക കാർ ഓടിച്ച വ്യക്തിയാണത്. ലൈസൻസ് പോലും ഇല്ലാതെ. ഇപ്പൊ പറഞ്ഞ ചിലപ്പോ കേസ് എടുക്കും. വേറെ വഴിയില്ല. സ്പോൺസർ ഞങ്ങളെ കൊണ്ട് വണ്ടിക്ക് പോകുന്നു. ഞാൻ നോക്കുമ്പോ രാത്രി വണ്ടി ഓടിച്ച് പുള്ളി ഉറങ്ങുക. ഞങ്ങൾ 7-10 ആർട്ടിസ്റ്റുകളുണ്ട്. പുള്ളി ഞാൻ ചേട്ടാ നിങ്ങൾ ഉറങ്ങിയിട്ട് കുറെ, എനിക്ക് ഉറങ്ങി, നാളെ രാവിലെ എത്തണം, വേറൊരു വഴിയില്ല ചേട്ടാ, വണ്ടി ഒതുക്കിക്കോ ഞാൻ പറഞ്ഞ് അവിടെ ഓടിച്ചിട്ടുണ്ട്. അങ്ങനെ 2009 ഈ സംഭവം. അപ്പൊ ഏത് വഴിന്ന് പറഞ്ഞോണ്ട് ഈ ഓടിച്ചൊക്കെ പോകുന്നേ? ഇങ്ങനെ ഇല്ലല്ലോ, ഞങ്ങൾ ഇടയ്ക്ക് ഇവന് ഫ്രീ ആയിരിക്കും. എന്നെ എടുത്ത് മടി കണ്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോവാ. അത് കുറെ രസമുള്ള അനുഭവങ്ങളും കാര്യങ്ങളും അതും ഇതൊക്കെയാണ്. അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അതിന്റെ അകത്ത് ഒരു വിമാനത്തിൽ ഞങ്ങൾ പോയപ്പോ, ഒരു വിമാനത്തിൽ ഇവിടുന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് ഫോൺ ചെയ്യാം, സീറ്റിന്ന് സീറ്റിലോട്ട് ഫോൺ ചെയ്യാം. എന്റെ കൂടെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, ഞാൻ പകച്ചന്റെ കൂട്ടത്തിലായിരിക്കുന്നത്. ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്നത്. വേറൊരു ആർട്ടിസ്റ്റ് പുറകിലിരിപ്പുണ്ട്. ഈ ആർട്ടിസ്റ്റിന്റെ ഇവിടെ ഒരു മദാമ, വലതുവശത്ത് ഒരു മദാമ. 2 മദാമ്മമാര് നല്ല കണ്ണടയൊക്കെ വെച്ച് ഇംഗ്ലീഷ് ബുക്കൊക്കെ വായിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. നടുക്ക് ഇവൻ ഇരിപ്പുണ്ട്. ഞാനും പകച്ചേട്ടൻ മുമ്പിലിരിക്കുന്നത്. കുറെ കഴിഞ്ഞപ്പം ഇവൻ ഈ ഫോണിൽ നിന്ന് ആ സീറ്റിലോട്ട് വിളിച്ച് എയർ ഹോസ്റ്റസ് എന്ന് പറഞ്ഞു, അയാൾ വിളിക്കുന്നുണ്ടെന്ന് ചെല്ലാവെന്ന് ചോദിച്ചപ്പോ അയാൾ എന്നോട് പറഞ്ഞു, എടാ പക്രു ചേട്ടൻ കുടിക്കൂല. അപ്പൊ അവരുടെ 2 നടുക്ക് പുള്ളീനെ കൊണ്ടിരുത്തുവാണെങ്കിൽ മറ്റേ ആർട്ടിസ്റ്റ് എന്റെ കൂടെ വന്നിരിക്കും. അപ്പൊ ഞാനും പുള്ളിയും കൂടി ഇരിക്കുമ്പോൾ നമുക്ക് വേണം ഒരു കമ്പനിയൊക്കെ അടിച്ചിരിക്കാം. കുടിക്കാത്ത മനുഷ്യൻ അവിടെ ഇരിക്കട്ടെ. ഞാൻ 2 സ്ത്രീകളുടെ നടുക്കിരുന്ന് കുടിക്കുന്നത് ഒരു മര്യാദകേടാണല്ലോ. ഞാൻ അങ്ങനെ കുടിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ഞങ്ങളിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോ പക്രുച്ചേട്ടൻ എയർ ഹോസ്റ്റസിനെ വിട്ടേക്കുക, പെട്ടെന്ന് അങ്ങോട്ടും എല്ലാം പറഞ്ഞിട്ട്. ഞാൻ ചെന്നപ്പം ഈ 2 മദാമോരും അടിച്ചു പറ്റായിട്ട് പക്രുച്ചേട്ടൻ താടിക്കിട്ട് കെട്ടിക്കൊണ്ടിരിക്കുക. അതും പറഞ്ഞിട്ട് രണ്ടുപേരും വാശി, ഞാനെടുക്കും അങ്ങനൊക്കെ ഭയങ്കര ബഹളായി. പക്രുച്ചേട്ടൻ പറ എന്നെ കൊണ്ടോ, കുറച്ചുകൂടെ കഴിഞ്ഞ് ഇവര് ഫോർക്ക് വെച്ച് എന്നെ കുത്തി തിന്നു. കൊള്ളാം. എന്തേരം കഥകൾ ഇങ്ങനെ ഇനിയും പറയാനുണ്ടാവും. അയ്യോ, അത് പറഞ്ഞപ്പോഴാട്ടോ ഒരു സിനിമ പ്രൊമോഷന്റെ ടീം വന്ന് നിപ്പുണ്ട്. അത് പറഞ്ഞപ്പോ ഇതുമായിട്ട് എന്താ ബന്ധം? അല്ല, ഞാൻ ഇല്ലാന്നും പറഞ്ഞിട്ട് നമ്മൾ ഒരു ബന്ധമില്ലാത്ത സാധനം പറഞ്ഞോണ്ടിരിക്കും. അതെന്താണെന്നറിയോ? അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല. ഇതിന് ഒരു കാര്യം പറയുമ്പോ വേറെ കാര്യം ആലോചിക്കും. ഞാൻ മൾട്ടി ടാസ്കിംഗ് ആണല്ലോ. എന്നോട് പറഞ്ഞു അവര് ഇതെന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ എപ്പിസോഡ് തുടങ്ങിയിട്ടേ സിനിമാ വിശേഷങ്ങൾ പറഞ്ഞ് അവരെ എന്നിട്ട് കണക്ട് ചെയ്യണമായിരുന്നു. നിങ്ങളുടെ ഈ വർത്താനത്തിലായിരുന്നു ഞാനത് മറന്നു. ഇങ്ങനൊന്നും ചെയ്യില്ല, 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. ശരി, കണശക്കോട് ട്രിപ്പിലേക്ക് പോയി. ഞാൻ അവരെ ഒന്ന് വിളിക്കട്ടെ. ഒരു പുതിയ സിനിമ ഇറങ്ങുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മളോട് സിനിമയുടെ വിശേഷങ്ങൾ പങ്കിടാൻ വേണ്ടിയാണ് ആ ടീം എത്തിയിരിക്കുന്നത്. ലെറ്റ്സ് ഇൻവൈറ്റ് ദം. നല്ലൊരു കൈയടി കൊടുക്കാം. ഹലോ ഗായ്സ്. ഇതെന്താ ഇത്? ഹായ് ഗായ്സ്. ഹായ്. ഞാൻ ഇവിടെയല്ല പുറത്താ ടോയ്ലറ്റ് താഴെ. പിന്നെ ഞങ്ങള് സിനിമയുടെ പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാരാണ്. പുതിയ വെറൈറ്റി. ഞെട്ടണം, അത് മതി. നിങ്ങളൊക്കെ ഞെട്ടിക്കണം. മലയാളക്കരയാകെ ഞങ്ങൾ ഞെട്ടിക്കും. അങ്ങനെ പുതിയ തലത്തിലുള്ള പ്രൊമോഷൻസ് കൊടുക്കുന്ന പുതിയ ഒരു പ്രൊമോട്ടർമാരാണ് ഞങ്ങൾ. തീർച്ചയായിട്ടും ഞങ്ങളുടെ സിനിമ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർദ്ധരാത്രിയിലെ കുളി. അതാണ് സിനിമയുടെ പേര്. അതിന്റെ പ്രൊമോഷനായിട്ട് ഇറങ്ങിയാണ് ഇന്ന് ഗെറ്റപ്പ്. അതായത് നിങ്ങൾ ആ സിനിമയുടെ തീമുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റ്യൂമിലും സെറ്റപ്പിലും പ്രൊമോഷൻ ചെയ്യും. അങ്ങനെ ചെയ്യുള്ളൂ, ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. വേണ്ട നെഞ്ചാകൂടെ അടിക്കണോ? എന്നത് ഗേ ടൈമിംഗ് തല്ലി എന്നെ ഒരുപാട് നമ്മളൊരു കാര്യത്തിന് വന്നതല്ലേ? അല്ല, നിങ്ങളിങ്ങനെ വേഷം കെട്ടി പ്രൊമോട്ട് ചെയ്ത വേറെ പടങ്ങൾ ഏതൊക്കെയാ?
ആടുജീവിതം. ആടുജീവിതം. അത് ചെയ്തിരുന്നോ? ആടുജീവിതത്തിന് 6 മാസം ഡയറ്റ് ചെയ്തു, ഷർട്ടൊക്കെ വലിച്ചു കീറി ഞങ്ങൾ നല്ല കൂറ വേഷത്തിലാണ് ഞങ്ങൾ അതിന്റെ പ്രൊമോഷൻ വേണ്ടി തിയേറ്ററിന്റെ ഫ്രണ്ടിൽ പോയി അതേപോലെ അങ്ങനെ പ്രൊമോട്ട് ചെയ്തു. ഏതൊക്കെ തരം പ്രൊമോഷൻ ഉണ്ട് നിങ്ങളുടെ? പിന്നെ ആവേശത്തിന്റെ പ്രൊമോഷൻ നമ്മൾ ചെയ്തായിരുന്നു. രംഗണ്ണനായിട്ട് ഇത് രംഗണ്ണൻ. അമ്പാൻ ഇവൻ റംബൂട്ടാൻ. റംബൂട്ടാനല്ല, അമ്പാൻ. അതെ ഇവൻ അമ്പാൻ. ആ ഗെറ്റപ്പിലാണ് ചെയ്തത്. ഞങ്ങൾ അത് ചെയ്തു. എന്തൊക്കെ തരം പ്രൊമോഷൻ ഉണ്ട് നിങ്ങളുടെ? എന്തൊക്കെ തരം വേണം? ഇപ്പൊ പണ്ട് ആ ഗാനഗന്ധർവനൊക്കെ തന്നിരുന്നെങ്കിൽ ഞങ്ങൾ എങ്ങനെ പ്രൊമോട്ട് ചെയ്തേനെ? അത് നിങ്ങളുടെ ഈ തള്ളലി അങ്ങനെയുള്ള ഉണ്ട്, 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 തരണം, തരണം. ഞങ്ങൾ തള്ളൽ പ്രൊമോഷൻ ഉണ്ട്. നമ്മൾ ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 8 സബ്സ്ക്രൈബർ ഉള്ള യൂട്യൂബ് ചാനലാണെങ്കിൽ നമ്മൾ പോയി ഇരിക്കണം പ്രൊമോഷന് വേണ്ടി. പോയി ഇരുന്നിട്ട് തള്ളോട് തള്ളായിരിക്കണം. നായകൻ നായികയെ തള്ളുന്നു, നായകനെ തുള്ളുന്നു, വില്ലൻ ഡയറക്ടറെ തുള്ളുന്നു. ഇതിലും ഡയറക്ടർ ഇല്ല, ആദ്യമേ ഡയറക്ടറാണ്, മറ്റേ ചുമ്മാ തള്ളി മറിക്കണം. തള്ളൽ പ്രൊമോഷൻ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ തുള്ളൽ പ്രൊമോഷൻ ഉണ്ട്. തുള്ളൽ പ്രൊമോഷൻ നമ്മൾ ഏത് പടത്തിന് വേണ്ടി ചെയ്തത്? തുള്ളൽ പ്രൊമോഷൻ ടർബോയ്ക്ക് വേണ്ടി ടർബോയ്ക്ക് വേണ്ടി ചെയ്ത തിയേറ്ററിന്റെ വാതിൽ കിടന്ന് ഒരു തുള്ളൽ പ്രൊമോഷൻ ഞങ്ങൾ ചെയ്തായിരുന്നു. കാണിച്ചു കൊടുത്തരാം അവർക്ക്. നമുക്കൊരു പ്രൊമോഷൻ കിട്ടട്ടെ. അടിപൊളിയാണേ ടർബോ സിനിമ, അടിപൊളിയാണേ സിനിമ, മമ്മൂക്ക നല്ല ഒരു മുത്താണേ, മമ്മൂക്ക ഇനി മലയാള സിനിമയിൽ കേറി വരും, അടിപൊളിയാ ടർബോ സിനിമ. ഒരു 3 ഏത്തപ്പഴെടുത്ത് അവന്റെ ഉണ്ണാക്കി തിരികെ കയറ്റിക്കൂടെ? പ്രൊമോഷൻ നമ്മൾ ചെയ്യുന്നതാണ്. നിങ്ങൾ പെയ്ഡ് ആയിട്ട് ചെയ്യുന്നതാണ് അതൊക്കെ അല്ലേ? അതെ അതെ. പെയ്ഡ് ആർട്ടിസ്റ്റ്. നമ്മളിപ്പം ഒരു പടം നമ്മുടെ ഒരു വർക്ക് തന്നാൽ നിങ്ങൾക്ക് അത് ഭംഗിയായിട്ട് പ്രൊമോട്ട് ചെയ്ത് തരാൻ പറ്റുമോ? അതാണ് തീർച്ചയായിട്ടും ഞങ്ങൾ അതിനുവേണ്ടിയാണല്ലോ ഇവിടെ വന്നത്. വേണമെങ്കിൽ എന്റെ ഒരു തിരക്കഥയുണ്ട്, അത് കൊടുത്താലോ? കൊടുക്കാൻ പോകണം. ഒരു തിരക്കഥയുണ്ട്. അല്ല അതെനിക്കറിയില്ല, അവര് വേണം ഡീൽ ചെയ്യാൻ. വേണമെങ്കിൽ തിരക്കഥ അല്ല, നമ്മൾ ഓൾറെഡി നല്ല ബന്ധങ്ങളുടെ കഥ പറയുന്ന തിരക്കഥ. എന്താണത് പറയൂ. കൊടുക്കില്ല, നല്ല കഥയില്ലേ? കൊടുക്കാടാ, അവര് ചെയ്യട്ടടാ. സിനിമയുടെ പേര് പറഞ്ഞു കൊടുത്താലും മതി. നൂൽബന്ധം, ബന്ധങ്ങളുടെ കഥ പറയുന്ന. അത് വേണ്ട. നമുക്ക് സാർ ഒരു സിനിമ വന്നാൽ നമ്മൾ പ്രൊമോട്ട് ചെയ്ത്. നമ്മുടെ ഒരു സുഹൃത്ത് പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഒരു പടം വരുന്നുണ്ട്. അതൊരു പീരിയോഡിക് ഫിലിമാണ്. നമ്മുടെ 1940 തൊട്ട് 47 ഓഗസ്റ്റ് 15 വരെയുള്ള ഒരു കാര്യങ്ങളൊക്കെ വരുന്ന പടമാണ്. സ്വതന്ത്രൻ എന്നാണ് പേര്. നമുക്ക് അതിന്റെ പ്രൊമോഷൻ ഏറ്റെടുക്കാൻ പറ്റുമോ? പിന്നെ നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി പ്രൊമോട്ട് ചെയ്യാൻ. ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ കൊണ്ടുവന്നാലും നമുക്ക് അത് നിങ്ങളെ ഏൽപ്പിക്കാം. അല്ല നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യേ, എന്നിട്ട് നല്ല ടീമാന്ന് തോന്നുന്നല്ലേ കണ്ടിട്ട്. ഐഡിയ ചെയ്യുന്നത് നല്ലതല്ലേ? നമുക്ക് സിനിമ ഹിറ്റ് ആക്കണമല്ലോ. അതെ ആളുകളുടെ മനസ്സിലെത്തുക. കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഞങ്ങള് ഇന്ന് തന്നെ തുടങ്ങുവാണ്. ഇന്ന് തന്നെ തുടങ്ങും. വെരി ഗുഡ്. നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. പ്രൊമോഷൻ അക്കൗണ്ട് നമ്പറും GST ഒക്കെ തരുവാണെങ്കിൽ അതിന്റെ പേയ്മെന്റ് ഞാൻ അവരുടെ മേടിച്ചു തരാം. ആയിക്കോട്ടെ. രമേശ് ചേട്ടൻ ചെയ്യുന്ന നല്ലൊരു കാര്യമാണ്. കാരണം ടാലന്റഡ് ആയിട്ടുള്ള ഒരു ടീമിന് നല്ലൊരു അവസരം. പ്രൊമോഷനെ കൺവെൻഷണൽ ആയിട്ടുള്ള ഐഡിയകൾ ഇനി വർക്കൗട്ട് ആവില്ല. പുതിയതായിട്ട് എപ്പോഴും സിനിമയ്ക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ആലോചിച്ചാലേ പ്രൊമോഷൻ നിൽക്കുള്ളൂ. അതുകൊണ്ടാണ്. നല്ല കാര്യം അല്ലേ? മലയാളക്കരയാകെ പ്രകമ്പനം കൊള്ളിക്കുവാൻ അടുത്ത ആഴ്ച മുതൽ തിയേറ്ററുകളിൽ പ്രദർശനം എത്തുന്നു സ്വതന്ത്രൻ. ആഹാ, ഞങ്ങൾ വരട്ടെ. ഇങ്ങനെയോ? വേണ്ട വേണ്ട വേണ്ട, ഇത് മാറിപ്പോയി. ഇല്ല, ഇപ്പൊ ഞങ്ങള് സ്വതന്ത്രരാണ്. ഇപ്പൊ പ്രൊമോഷന് പോയ പടം 100 ഓ മനുഷ്യ, അവിടുന്ന് ആ സ്വാതന്ത്ര്യം ഇവിടെ വേണ്ട, ആ സ്വാതന്ത്ര്യം വേണ്ട, വേറെ സ്വാതന്ത്ര്യമായിരുന്നു കേട്ടോ. ഞങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. വരാന്ന് വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ട, ആ ഡോറങ്ങ് അടച്ചോ, ഡോർ അടച്ചോ. എന്തൊരു കഷ്ടവും. അതെ, ഇത് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോയോന്ന് എനിക്കൊരു ഡൗട്ട് അല്ല, ഉണ്ട്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അർദ്ധരാത്രിയിലെ കുളിക്ക് അവരങ്ങനെ വന്നത്. അതെ, അപ്പൊ സ്വാതന്ത്ര്യത്തിന് അവരങ്ങനെ വരും. അവരങ്ങനെ അത് മനസ്സിലാക്കിയത്. കറക്റ്റ്. നമുക്കൊരു കാര്യം ചെയ്യും, ഇപ്പൊ ഒരു ബ്രേക്ക് എടുക്കുന്നതാണ് ഏറ്റവും നല്ല തീരുമാനം. ഓക്കെ, എന്തൊരു താഴ്വന്നു ചെവി പോയി. അപ്പൊ ഇതിലേക്ക് എല്ലാ വശത്തു കൂടി തണുപ്പ് കയറേ. കുട്ടിന്ന് പറഞ്ഞ ഇങ്ങനെ ഉണ്ടോ തണുപ്പ്? കട്ടൻ ചായ നന്നായി. ഈ തണുപ്പത്തൊരു കട്ടൻ കുടിക്കുന്നതല്ല. കേറിപ്പോ മഞ്ഞ് കൊണ്ട് പനി പിടിക്കണ്ട. അവക്കടെ ഒരു കട്ടൻ ചായ. ഇതൊന്നും കുടിച്ചാ ഇവിടെ തണുപ്പ് മാറത്തില്ല. ഇതൊരെണ്ണകത്ത് എന്നാലേ തണുപ്പ് മാറത്തുള്ളൂ. ഒന്ന് വേഗം വീട്. ഇതുവരെ ഐസായിട്ടിരിക്കുവാണോ? അവിടെ ടച്ചിങ്സ് ഭയങ്കര അഭിനയാണേ. എല്ലാം അറിഞ്ഞല്ലേ? ഒരു പണിക്കും പോണ്ട, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതും കുടിച്ചോണ്ട് ഇങ്ങനെ ഇരുന്നോ. അല്ലെങ്കിൽ നിനക്കൊരു വിലയില്ല. ഞാൻ പണിക്ക് പോകാത്തവനാണെന്ന് മാത്രം പറയണ്ട. നിന്നെ കല്യാണം കഴിച്ച് അന്ന് ശ്രീധരൻ കിട്ടിയപ്പോ ആ കാശ് കൊണ്ട് മത്സ്യകൃഷി തുടങ്ങിയവനാ ഞാൻ. മത്സ്യമല്ലോ വെള്ളത്തിൽ 24 മണിക്കൂർ നിങ്ങളല്ലേ വെള്ളത്തിൽ. നിനക്കല്ലെങ്കിൽ എന്നോടൊരു ബഹുമാനമില്ല.
ആകപ്പാട് നമ്മുടെ വീട്ടിൽ കുറച്ച് എന്നോട് ബഹുമാനമുള്ളത് നിന്റെ കുറച്ച് തുണികൾക്കാ. എപ്പോ അലമാരി തുറന്നാലും 5-6 തുണി വന്ന് എന്റെ കാൽക്കൽ വീഴും. എന്തെങ്കിലും നീ അതേപോലെ വീണിട്ടുണ്ടോടി? ബഹുമാനിക്കാൻ കണ്ട ഒരാള് വൃത്തികെട്ടവൻ. അത് ഞാനോ? നിങ്ങളല്ല ദേവന്നി. ആ അനുവേ, നിന്നെ കുറിച്ച് ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നു. നിന്നെ 2 ദിവസമല്ലേ ഈ വഴിക്ക് കണ്ടിട്ട്? അയ്യോ അപ്പന് സുഖമില്ല. അപ്പൊ ഐസിയുല് ഞാൻ അഡ്മിറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് വന്നത്. അയ്യോ എന്നിട്ടോ? അപ്പൻ ഐസിയിലാക്കിയിട്ട് ഞാൻ പോയി ലേബർ റൂമിന്റെ മുമ്പിൽ പോയിരുന്നു. അതെന്തിനാ നീ അപ്പൂപ്പൻ ഐസിയിലായിട്ട് നീ ലേബർ റൂമിൽ പോയിരുന്നേ? അവിടെ ആകുമ്പോ ഇടയ്ക്കിടയ്ക്ക് ലഡുവും മുട്ടായിയെ കിട്ടുമല്ലേ. അവന് ഈ ഹാപ്പി മോഡലോടത്തേ ഇരിക്കുള്ളൂ. സത്യ പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഇത് കിട്ടില്ല സ്ഥലമാ ഇത്. ആ, ഇത് നമ്മുടെ അമേരിക്കൻ അച്ചായൻ വീട് പണിയാൻ വേണ്ടി മേടിച്ചിട്ടേക്കുന്ന സ്ഥലമാ. അറിയാ അറിയാ. പിന്നെ ഇതുപോലെ ഊട്ടിയിൽ മനോഹരമായ എന്തോരം സ്ഥലങ്ങൾ കിടക്കണം. എത്ര സ്ഥലങ്ങളാ ഞങ്ങൾ നോട്ടം വെച്ചേക്കുന്ന അറിയാമോ? അത് കണ്ടോ? ആ 2 വീട് ഇരിക്കണതിന്റെ ഇപ്പുറത്തൊരു ചുമന്ന ചെറിയ റൂഫ് ഞങ്ങൾ മേടിച്ചിട്ടിരിക്കുക. 3.5 സെന്റ്. ദൈവം തരുന്നു, നമ്മൾ 2 കൈ നീട്ടി അങ്ങ് സ്വീകരിക്കുന്നു. ആ ദൈവത്തിന്റെ പേരും കൂടി ഒന്ന് പറഞ്ഞേ. ചെറിയാൻ ഫ്രം അമേരിക്ക. എനിക്ക് നാണം ഉണ്ടോടോ ആ പാവപ്പെട്ട മനുഷ്യനെ പറ്റി ജീവിക്കാൻ? തന്നോട് ദൈവം ചോദിക്കും. ദൈവം ചോദിക്കുമെങ്കിൽ നിന്നോടും ചോദിക്കും. എന്നോട് ചോദിക്കുന്നത് അങ്ങേരെ അയച്ചു തന്ന കാശിന്റെ പകുതി നീയാടാ തിന്നേക്കുന്നേ. ആ വീട് പണിയാൻ വെച്ചേക്കണ പൈസയാണോ ഈ ഇട്ട് തീർക്കുന്നേ? അതെ. ആ വരുമ്പോ ചോദിക്കും. അല്ല തന്നെ അങ്ങേര് ഇങ്ങോട്ടൊന്നും വരാൻ പോകുന്നില്ല. പുള്ളിക്കാരൻ അമേരിക്കയിൽ കാശിന്റെ പുറത്താ കിടന്നുറങ്ങുന്നത്. പുള്ളി അവിടെ തന്നെ സെറ്റിൽ ആവും, അവിടെ തന്നെ കിടന്ന് മരിക്കും. ആര് പറഞ്ഞു വീട് കാണണമെന്നും പറഞ്ഞ അങ്ങേരെ എങ്ങാനും ഇങ്ങോട്ട് വന്നാൽ എന്ത് ചെയ്യും? ആ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. നല്ല തങ്കപ്പെട്ട മനുഷ്യനാ. തന്നോട് ദൈവം ചോദിക്കുന്ന പറഞ്ഞാൽ ഉറപ്പാ. എന്താ അത്? നിങ്ങൾ കേൾക്കണം. പുള്ളിയും പുള്ളിയുടെ ഭാര്യയും കൂടെ അമേരിക്കന്ന് ജെറുസലേമിലോട്ട് ഒരു ട്രിപ്പ് പോയി, ടൂറേ. അവിടെ ചെന്നപ്പോഴാണ് പുള്ളിയുടെ ഭാര്യ ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചത്. എന്നിട്ട് അവിടുത്തെ സർക്കാർ പറഞ്ഞ് നാട്ടിൽ കൊണ്ടുപോയി അടക്കണമെങ്കിൽ $5000 ആവുന്നു. അവിടെ അടക്കണമെങ്കിൽ $100 മതിയെന്ന്. എന്നിട്ട് എന്താ ചെയ്തേ? പുള്ളി എന്താ ചെയ്തെന്നറിയാമോ? $5000 മുടക്കി ഇവിടെ കൊണ്ടുവന്ന ഭാര്യ അടക്കിയത്. കണ്ടാ ഭാര്യനോടുള്ള സ്നേഹം. സ്നേഹം കൊണ്ടൊന്നുമല്ല. അല്ല, ഈ ജെറുസലേമിൽ യേശു ക്രിസ്തുവിനെ അടക്കിയപ്പോഴാണല്ലോ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റത്. അത്ര റിസ്ക് എടുക്കാൻ പുള്ളി തയ്യാറല്ല, അതുകൊണ്ടാണ്. അല്ല, പുള്ളിക്കാരൻ അക്കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമാനാണെങ്കിലും എന്റെ കാര്യത്തിൽ ഇച്ചിരി മണ്ടനാ. അല്ലെങ്കിൽ എന്നെ വിശ്വസിച്ച് ഇത്രയും കാശ് ആളുകളായി. അത് ശരിയാ, തിരുമണ്ടന. അല്ലയോ, പറഞ്ഞു തീർന്നില്ല. അച്ചായൻ വിളിക്കുന്നു. അച്ചായോ. ഞാൻ കൊച്ചിയിലെത്തി. അച്ചായൻ കൊച്ചിയിലെത്തിയെന്ന്. അയ്യോ, അച്ചായൻ കൊച്ചിയിലെത്തിയെന്ന്. അപ്പൊ അച്ചായൻ എന്തിനാ കൊച്ചിയിൽ വന്നാ? എടാ, ഞാൻ അമേരിക്കന്ന് സിംഗപ്പൂരിന് പോണ വഴിക്ക് വിമാനത്തിന് ചെറിയൊരു പാച്ച് വർക്ക്. നല്ല വിമാനം നോക്കി കയറട്ടെ. ഞാൻ കൊച്ചിയിൽ ഇറങ്ങി. കൊച്ചിയിൽ ഇറങ്ങിയിട്ട് അപ്പൊ തന്നെ പാച്ച് വർക്ക് ചെയ്യുമ്പോ തിരിച്ചു പോവല്ലോ. അല്ല, ഞാൻ അങ്ങോട്ട് വരുവാ. ഊട്ടിക്കോ? ഊട്ടിക്ക് വരുവാ. എന്ത് കാര്യത്തിന്? വില്ല അതൊന്നുമില്ല. അല്ല, ഞങ്ങളൊന്നും ഇവിടെ ഇല്ല. നിങ്ങൾ വേണ്ട, ഞാൻ അവിടെ വന്നിട്ട് പൊക്കോളാം. അല്ലെന്നേ, ഇപ്പൊ പാച്ച് വർക്ക് തീരുമ്പോ അപ്പൊ തന്നെ അങ്ങോട്ട് പോയിക്കോ തിരിച്ച്. ഞാൻ വരുവാ. പോയി. അല്ല, ഈ അമേരിക്ക എന്ന് പറയുന്നത് അത്ര ദൂരമൊന്നും അല്ലല്ലോ. എപ്പോ വേണമെങ്കിലും വന്നിട്ട് പോകാലോ. അച്ഛൻ ഇങ്ങോട്ട് വരുന്നു. പരിപാടി പൊളിഞ്ഞ്. ഞാൻ പറഞ്ഞില്ലേ വരൂ. നിന്റെ കരിനാക്ക് വളച്ചു പറഞ്ഞപ്പോൾ എനിക്കറിയായിരുന്നു. പിന്നെ വേറെ കാര്യമുണ്ട്. അയാള് വന്നു കഴിഞ്ഞാ ഇവിടെ 2 ശവം വീഴും. വീടില്ലെന്ന് പറയുമ്പോ നിങ്ങൾ അങ്ങനെ വെടിവെച്ചല്ലോ. അമേരിക്കയിലെ കൊച്ചു പിള്ളേരയിലെ ഇവിടെ ഉണ്ട് തോക്ക്. എന്നെ മാത്രമല്ല, നിന്നെ വെടിവെച്ചോല്ലോ. പിന്നെ നീ ആളാണല്ലോ. ഇപ്പൊ എന്തെങ്കിലും ഒരു ഐഡിയ പറയണ. ഒരു ഐഡിയ കിട്ടുന്നില്ല. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ഇവന്റെ വീട് കൊണ്ടേ കാണിച്ചാലോ? എന്റെ വീട് കൊണ്ടേ കാണിച്ചാലോ? എനിക്ക് വീടുണ്ടെങ്കിൽ 27 മണിക്കൂർ ഞാൻ ഇവിടെ വന്നിരിക്കും. എന്നെ കൊല്ലുമെന്ന് ഉറപ്പായി. നിന്റെ ബുദ്ധിയിൽ എന്തെങ്കിലും ഒന്നും തെളിഞ്ഞു വന്നില്ലടാ. ഒരു ഐഡിയ ഉണ്ട്. ഇവിടെ അടുത്ത് സിനിമ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഈ നിനക്ക് ഷൂട്ടിംഗ് കാണാൻ പോയാണോ? തലമണ്ട അടിച്ച് പൊട്ടിക്കാരുമില്ലേ? ഷൂട്ടിംഗ് കാണാൻ അല്ലുവാ. പറഞ്ഞുതരാ കേക്ക്. ഈ സിനിമയിലൊക്കെ വലിയ വലിയ വീടിന്റെയൊക്കെ സെറ്റ് ഇട്ടേക്കുന്ന കണ്ടുണ്ടോ? ആ സെറ്റ് ഇടുന്ന ആർട്ട് വർക്കിലെ ഒരു പയ്യൻ എന്റെ കൂട്ടുകാരനാ. നമ്മൾ അവനെ വിളിക്കുന്നു, കാര്യങ്ങൾ പറയുന്നു. അവ ഇവിടെ വന്നൊരു സെറ്റ് ഇടുന്നു. അച്ചായം വരുന്നു, കാണുന്നു, പോകുന്നു. മണ്ടത്തരം പറയരുത്. എന്ത് സെറ്റ് ഒക്കെ ഇട്ട് ആ ചായം വിശ്വസിക്കാൻ തോന്നുന്നു. നീ ഒന്ന് പോയോ? അയാൾ കയറി താമസിക്കാനൊന്നും അല്ലല്ലോ വരുന്നത്. ഇത്ര വലിയ സെറ്റ് ഒക്കെ പറഞ്ഞാൽ ഒരുപാട് കാശ് ചെലവാകത്തില്ലയോ? കാശിലവാകുന്ന പരിപാടി. കാശ് ചെലവാകുന്ന ഒരു പരിപാടിക്ക് ഞാനില്ല. കാശ് ചെലവില്ലാതെ ചെളി ഉരുട്ടി കൂടുകൂട്ടി വീടുണ്ടാക്കാൻ ഞാൻ വേട്ടാവളിയനല്ല. അതൊന്നും ശരിയാവില്ല. കാശില്ലാത്ത ഐഡിയ ഉണ്ടെങ്കിൽ പറ. കാശില്ലാത്ത ഐഡിയ ഇല്ല. ഇത് പറ്റുമോ? സമ്മതിക്കൊന്ന് രക്ഷപ്പെടണ്ടേ? ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ ആണ്. വെളിയിൽ നിന്ന് കണ്ടിട്ടങ്ങ് പോയല്ലേ ഉള്ളൂ. വെളിയിൽ നിന്ന് കാണാനേ പാടുള്ളൂ. വിളിക്കാം. കരിനാക്ക് വളച്ച എന്തെങ്കിലും ഒരു കാര്യം ഇനി മേലാൽ അങ്ങനെ പറഞ്ഞ നാത്തി എവിട്ടി പുഴുവണ്ണ അതിന്റെ. ഹലോ സതീഷേ, എടാ നീ എവിടെയാ? വർക്കിന്റെ അടുത്ത് അവിടെ നിൽക്കാൻ പറഞ്ഞു. നീ ഇങ്ങുവാ. അതല്ലെന്ന് വർക്കലയാന്ന്. ഞാൻ ഷൂട്ടിങ്ങിനായിട്ട് വർക്കിൽ നിൽക്കുവാ. അങ്ങനെ. എടാ പിന്നെ നമ്മൾ ഇന്നാളിരുന്ന് വെള്ളം അടിച്ച സ്ഥലമില്ലേ, അവിടെ വരെ നീ അർജന്റ് ആയിട്ടൊന്ന് വരണം. എടാ ഇവിടെ ഒരു വീടിന്റെ സെറ്റ് ഇടണം.
ഷൂട്ടിംഗ് ആണ്, വീടിന്റെ സെറ്റ് ഇല്ലെങ്കിൽ ഷൂട്ടിംഗ് നടക്കും, 2 ശവം വീടുകയും ചെയ്യും. സിനിമയുടെ ഷൂട്ടിംഗ് ആണോന്ന്? ആ സിനിമയുടെ ഷൂട്ടിംഗാ. ഏത് സിനിമ? അതിക്കാത്ത ചന്തു പാർട്ട് 2. പൈസ ഇച്ചിരി കൂടുവേ. പൈസ കുഴപ്പമില്ല. നീ ആദ്യം വന്ന് സെറ്റ് ഇട്. ഞാൻ അടുത്തോണ്ട് ഇപ്പൊ വരാം, ഇപ്പൊ വരാം. പെട്ടെന്ന് വാ, ഞാൻ ഹിൽ പാലസിലുണ്ട്, ഇപ്പൊ വരാം. പെട്ടെന്ന് വാടാ. ഓക്കെ. എനിക്ക് സംഗതിയൊക്കെ വരൂലല്ലേ, വരും. പക്ഷെ എന്നാലും എനിക്കങ്ങ് വിശ്വാസം പോരാ. കാരണം ഉണ്ടല്ലോ, ഇതുപോലെ സെറ്റൊക്കെ ഇട്ട് വന്ന് കാണുമ്പോ പുള്ളിക്കാരൻ വിശ്വസിക്കുവോ? മോഹൻലാലും മമ്മൂട്ടിയും വിശ്വസിക്കുന്നത്, പിന്നെയാണ് അമേരിക്ക കിടക്കുന്ന ആയോക്ക്. ശരിയാ, പുള്ളി എന്നെ വിശ്വസിച്ചോളൂ. പറയാലോ, ഈ കാഴ്ച കഴിച്ചു തന്ന മണ്ടനല്ലേ. മതി. ആരോ വരുന്നുണ്ടല്ലോ. ഇതാരുടാ? ഇവനെ ആരടാ? ഇവനെ ആരെയും കൂടെ കയറ്റി വിട്ടാ? എടാ ഇവനെ ആ ലേക്കിന്റെ അവിടെ കുതിരച്ചാണകം മാറണമല്ലോ. അതൊന്നുമല്ല, ഇതാണ് പ്രശസ്ത ഡയറക്ടർ സതീശൻ KPP. സാധാരണ എല്ലാവർക്കും 2 അക്ഷരമല്ലേ ഇനീഷ്യൽ ഉണ്ടാവുള്ളൂ, ഇവനെന്താ 3 അക്ഷരം? അത് അമ്മച്ചി രണ്ടാമതൊരു കല്യാണം കഴിച്ചായിരുന്നേ. അപ്പൊ പുള്ളിക്ക് ഈഗോ അടി കഴിക്കാൻ വേണ്ടി എത്തതാ. അതെ, ഇവിടെയാണ് നമുക്ക് ആ വീട് സെറ്റ് ആക്കേണ്ടത്. ഇവിടെ അല്ലേ? അതെ, സെറ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഈ വീടിനെ പറ്റി നിങ്ങളുടെ പ്ലാൻ എങ്ങനെ? പ്ലാനോട് പറഞ്ഞുതരാം. അതായത് ഇരുനില വീടായിരിക്കണം. അത് ശരിയാക്കി. വീടിന്റെ അകത്തൂടെ ഒരു സ്റ്റെയർ കേസ്, ആ സ്റ്റെയർ കേസിന്റെ സൈഡിൽ ഒരു കക്കൂസ്. അതെന്താ അവിടെ ഒരു കക്കൂസ്? സ്റ്റെയർ കയറുമ്പോ മുട്ടിയാലും. അതിന്റെ സൈഡിൽ ഒരു അടുക്കള, ഈ അടുക്കളയോട് ചേർന്ന് ഒരു കക്കൂസ്. അതെന്തിനാ അവിടെ കക്കൂസ്? പാചകം ചെയ്യുമ്പോ മുട്ടിയാലും. അതിന് മുകളിൽ ഒരു ബെഡ്റൂമിന്റെ സൈഡിൽ കക്കൂസ്. ഉറങ്ങുമ്പോ മുട്ടിയാലും. സത്യത്തിൽ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് വേണ്ടത് വീടിന്റെ സെറ്റാണോ അതോ കമ്പൻസേഷൻ? അതെ PKP, അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു അമേരിക്കക്കാരന്റെ വീടായിട്ട് തോന്നണം. നല്ല റിച്ച് ആയിരിക്കണം, അത്രേ ഉള്ളൂ. അത് ഞാൻ ചെയ്തു തരാം. നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് കേട്ടോ, കുക്കുംബർ കിട്ടാത്തതുകൊണ്ട് നടി ഷൂട്ടിംഗ് ലൊക്കേഷൻ പിണങ്ങി. അതുകൊണ്ട് വീട് അവിടെ ഫ്രീയാ, അതുകൊണ്ട് സെറ്റ് ചെയ്താൽ പോലെ. നിനക്ക് ഭാഗ്യമുണ്ട്. എടാ, അവിടെ പണിയില്ലായിരിക്കല്ലേ? പണി ഇവിടെ ഉണ്ടല്ലോ. ഓടി വാടാ, ഓടി വാടാ. അയ്യോ, ഒരു കടന്തക്കൂട് അളവ് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ കയ്യിലാ. നമ്മുടെ ആ 16ാമത്തെ സീനിലെ ഒരു അമേരിക്കക്കാരന്റെ വീടില്ലേ, അതിന്റെ സെറ്റ് പെട്ടെന്ന് എടുത്ത് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യും. ഇവിടെ തന്നെ മലയാളം വിളി പെട്ടെന്ന് നിങ്ങളുടെ നിങ്ങളുടെ തലയിൽ മേടിക്കൊണ്ട് എങ്ങാണ്ടൊക്കെ പോയാലും എങ്ങാണ്ടൊക്കെ കണ്ടാലും നല്ലോടപ്പോൾ വന്നാലോ സന്തോഷമല്ലേ. ഇല്ലക്കുഞ്ഞായി നാമെല്ലാം മണ്ണിൽ വന്നേ വീണിട്ട് മണ്ണിൽ തന്നെ തീരുന്നോളം ദേഹിക്കും പൊട്ടി പട്ടന്നു പോലെ അറ്റം കിട്ടാനിട്ടോട്ടമല്ലേ. ദേഹിക്കും പൊട്ടി പട്ടന്ന പോലെ അറ്റം കിട്ടാനിട്ടോട്ടമല്ലേ. ഹലോ, എങ്ങനെയുണ്ട്? സംഗതി ഗംഭീരമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സതീശൻ ഏറ്റതാ. കണ്ടപ്പോ ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ. പണി സൂപ്പർ ആയിട്ടുണ്ട്. അല്ലോ, അതാണ് ഞങ്ങളുടെ വർക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഗംഭീരമായിട്ടുണ്ട്. നല്ല ഫിനിഷിംഗ്. പെയിന്റ് അടിച്ചവളോ ഉണങ്ങില്ല, അതാ തൊടല് പൊളിയ മൊത്തം. തൊടാൻ പാടില്ലേ? തൊടാൻ പാടില്ല. മാത്രമല്ല അകത്തും കയറല്ലേ. അകത്ത് കയറാൻ പറ്റില്ലേ? അകത്തൊറ്റ മനുഷ്യൻ കയറിപ്പോയി. എന്റെ ചേട്ടാ, അകത്തൊന്ന് കാണണം, എന്ത് രസാന്നറിയോ. നമുക്കൊരു വീട് വെക്കണമെങ്കിൽ ഇതുപോലെ വെച്ചാ മതി. അകത്ത് കയറിയാ? എന്താണ് അകത്ത് കയറില്ലല്ലോ. എന്തിനാ വീട്? എടാ, ഇത് സെറ്റ് ഇട്ടേക്കുന്നല്ല, അകത്ത് കയറാൻ പാടില്ലല്ലോ. ഞങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല? തൊടരുത്, തൊടൂല. അകത്താരും കയറരുത്, കേറൂല. അകത്തിട്ട് തീ കത്തിക്കുകയും ചെയ്യല്ലേ. ഇവിടെ പ്ലൈവുഡ് മൊത്തം കത്തിപ്പടരുമല്ലോ. അറിയാലോ, മനസ്സിലായല്ലോ. അപ്പൊ അച്ചായം വന്നങ്ങനെ അകത്ത് കയറിയ പണിയാവും, പുറത്ത് നിർത്തുക, പറഞ്ഞു വിടുക, അത്രേ ഉള്ളൂ. അല്ല, അച്ചായം വന്നിട്ട് അകത്ത് കയറണോന്ന് പറഞ്ഞ എന്ത് ചെയ്യും? നിന്റെ കരുനാക്ക് വഴിച്ചാന്ന് പുറത്തിടും. ഇവിടെ ഒറ്റ കരുനാക്ക് കൊണ്ട് അമേരിക്ക കിടന്ന അച്ചായൻ നിന്ന് ഇവിടെ എത്തിയത്. അനുവേ, എന്റെ ജീവിതം ഇത് നിന്നെ ഏൽപ്പിച്ചിട്ട് പോവാ. ധൈര്യമായിട്ട് പൈസ അതൊക്കെ കൃത്യമായിട്ട് തന്നെ. അപ്പൊ ശരി എന്നാ, കേട്ടോ. കലേഷേ, നമുക്ക് അവിടെ ഹിൽ പാൽസിന്റെ അവിടെ മതിൽ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, തൊടാനും പിടിക്കാനും നിൽക്കരുത്. അച്ചായം വരുമ്പോ അകത്ത് കയറ്റല്ലേ. ഒന്നാലും ഞാൻ അകത്ത് കയറ്റും. എല്ലാ പരിപാടിയും പൊളിഞ്ഞു പോകും. അമ്മോ, അച്ചായോ. അച്ചായോ. ഹലോ ജോയി, അന്നുമല്ലേ എന്റെ അവസാനം. അല്ല, അവസാനം എത്തി. താനേതാ? ഞാനു നീയാ? ഇത് ലതന്റെ ഭാര്യ. അപ്പൊ ഇത് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ്. പേര് മറ്റീന നഗരത്തിൽ ലോബ. നഗരത്തിൽ ലോബ. ഞാൻ എവിടെയോ ഇവരെ കണ്ടിട്ടുണ്ട്, എനിക്കറിയാം. ഞാൻ
Hello, I see you for the first meet. അങ്ങനല്ല അത് ഞാൻ എനിക്കറിയാം. ഇതേത് ഭാഷ? English. അമേരിക്ക ഞാൻ കേട്ടിട്ടില്ല. അല്ല ഈ ഭാര്യ ഈ അടുത്ത കാലത്തല്ലേ മരിച്ചത്? 7 ദിവസമായുള്ള അവൾ മരിച്ചിട്ട്. അയ്യോ, എന്ത് വിഷമാണെന്നറിയാമോ? ആ വിഷമം തീർക്കാനാണ് ഞാൻ ഈ നഗരത്തിലോ വിവാഹം ചെയ്യാൻ തീരുമാനിക്കുന്നത്. 7 ദിവസം കൊണ്ട് സങ്കടം സഹിക്കാൻ വയ്യായിരുന്നു. ആ ജോയ്, എല്ലാം സെറ്റല്ലേ? സെറ്റല്ലെന്ന്. ഓ സെറ്റാ, എല്ലാം സെറ്റാ, എല്ലാം സെറ്റാ, എല്ലാം മൊത്തത്തിൽ സെറ്റാ. എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചതിന് കൂടുതലായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അതെ, അതെ. സൂപ്പർ വീട്. നമുക്ക് ചുറ്റിയിരുന്ന് കാണാം. കാണാം. സമയമുണ്ടല്ലോ. കണ്ടോളൂ, കണ്ടോളൂ. ഡാർലിംഗ്, നമുക്ക് ഇവിടെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യണം. റോസാപ്പൂവിന്റെ ഗാർഡൻ വേണം. റോസാപ്പൂ വേണ്ട. സിറ്റുവേഷൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റിയത് ആന്തൂറിയം പോവാ. ആന്തൂറിയാകുമ്പോ ഇവിടെ ഒരു പൈപ്പും വേണ്ടി വരും. ചുറ്റിയിരുന്ന് കണ്ടോളൂ, ചുറ്റിയിരുന്ന് കണ്ടോളൂ. പിന്നെ ഊഞ്ഞാല അകത്ത് ഞങ്ങൾക്ക് ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആടി കളിക്കാനായിട്ട് ഒരു ഊഞ്ഞാല വേണം. നിങ്ങൾ രണ്ടുപേരും ഊഞ്ഞാലിരുന്ന് ആടിയ വീട് മൊത്തം ആടുന്ന പോലെ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അതൊരു പ്രത്യേകതരം പണിയാ അതിന്റെ അകത്ത് നടത്തിയിരിക്കുന്നത് അല്ലേ? അതെ, വേഗം ചുറ്റിയിരുന്ന് കാണുക. വിമാനത്തിന്റെ പാച്ച് വർക്ക് തീർന്നു കാണും. പാച്ച് വർക്ക് തീരുമ്പോ പാച്ചു എന്നെ വിളിച്ച് പറയും വർക്ക് തീർന്നു. അങ്ങനെ അങ്ങ് പോയാ മതി. ചുറ്റിയിരുന്ന് കണ്ടോ? ഓക്കെ ഡാർലിംഗ്, എങ്ങനെയുണ്ട് നമ്മുടെ ഹൗസ്? സൂപ്പർ. ഈ ഹൗസ് ആണ്. ഇതെവിടെ ചെന്ന് അവസാനിക്കും? അയാൾ അകത്ത് കയറി വല്ലോ കണ്ടുപിടിച്ചാ തോക്കെടുക്കും, വെടിവെക്കും, നിങ്ങൾ രണ്ടുപേരെയും കൊല്ലും. ഞങ്ങൾ മാത്രമല്ല നിന്നെ. നീ ഇതിനകത്ത് പെട്ടതാ? ഇതെവിടെ പോയി? എവിടെ? ഇയാൾക്ക് വട്ടാണ്. എവിടെയാന്ന് നോക്ക്. എന്തോ ഈ പെയിന്റിങ് അടിപൊളിയായിട്ടുണ്ടോ? അതെ, സൂപ്പർ സൂപ്പർ അല്ലേ? പെയിന്റ് പൊളിയും. അല്ല, പെയിന്റ് പൊളിയും. പെയിന്റ് ഉണങ്ങിയിട്ടില്ല. പറഞ്ഞില്ലേ പെയിന്റ് പൊളിയൊന്നും. അവനെ ഞാൻ ഈ ഇവിടുത്തെ നോട്ടക്കാരൻ, സൂക്ഷിപ്പുകാരൻ, ഭയങ്കര ആത്മാർത്ഥയാ. ഞങ്ങളെ പോലും തൊടിയിക്കൂല. അല്ല ജോയി, ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ കഥകിന്റെ വുഡ് ഏതാണ്? ആ വുഡ് ഹോളിവുഡ്. ഹോളിവുഡോ? മെറ്റാലിക് വുഡ്. മൾട്ടിവുഡ്. വെള്ളം ചാടിക്കുന്ന തെറിച്ചു പൊക്കോളും. പിന്നെ ഡാർലിംഗ്, യെസ് ഡാർലിംഗ്, ഞാൻ ഫ്ലോറിഡയിൽ ഇതുപോലത്തെ ഒരു വീടാണ് കണ്ടുവച്ചിരിക്കുന്നത്. ഫ്ലോറിഡയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഫ്ലോർ ഇട്ടിട്ടില്ല. ഫ്ലോർ ഇട്ടിട്ടില്ലേ? ഫ്ലോർ ഇട്ടിട്ടില്ല. അപ്പൊ ഈ ഗ്രാഫ്സ് ഞാൻ അവിടുത്തെ ടൈൽസ് ആയിരിക്കുന്നു. ഇല്ല, ഇറ്റാലിയൻ മാർബിൾ വേണോന്ന് പറഞ്ഞായിരുന്നല്ലോ. ഇറ്റാലിയൻ മാർബിൾ. അപ്പൊ അത് വന്നിട്ടില്ല. വന്നില്ലേ? ഇല്ല. അപ്പൊ അതിന്റെ പൈസ തന്നല്ലോ. അല്ല, അത് ഞാൻ ആ പൈസ അപ്പൊ തന്നെ ഇറ്റലിയിൽ കിട്ടായിരുന്നു. തൊട്ട് മേളില്ല 3.5 സെന്റ് ഇറ്റലി അവിടെ കിടക്കും. അയ്യോ, അല്ല, നഗരത്തിലോ? നഗരത്തിലോ? എവിടെ നഗരത്തിലോ? നഗരത്തിലോ? നരകത്തിലോട്ട് പോയി. അച്ചായ, അതിനുള്ളിലെ സൂപ്പർ ചിക്കൻ. ചിക്കനോ? അല്ല കിച്ചൻ. ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എനിക്കറിയാം. അറിയാം എനിക്ക്. ജോയി, എനിക്കൊന്ന് കുളിക്കണം നന്നായിട്ട്. ഞാൻ ഫ്ലൈറ്റിൽ പോകുമ്പോ നാറ്റം ആന്ന് എല്ലാരും പറഞ്ഞു. അതുകൊണ്ടാ പറഞ്ഞു ഒന്ന് കുളിക്കണം. കുളിച്ചാ പോരെ? നമുക്ക് അമ്പലക്കുളത്തിൽ പോയി കുളിക്കാം. വാട്ട് നോൺസെൻസ്! അമ്പലക്കുളത്തിൽ പോയി കുളിക്കാനോ? ഞാനൊരു അമേരിക്കക്കാരൻ. ഇനി അമ്പലക്കുളത്ത് വന്ന് ചാടിയിട്ട് ജലദോഷം വരാനോ? വേണ്ട. എന്നാ പിന്നെ പൈപ്പിന്റെ ചോട്ടിൽ കുളിക്കാം. നല്ല വെള്ളം. അതാകുമ്പോ ജലദോഷം വരില്ല. ചോട്ടിലോ? എന്താ ഈ പറഞ്ഞ പൈപ്പിൻ ചോട്ടിലൊക്കെ കുളിക്കുന്ന സമയമാണോ ഇപ്പൊ? ഞാൻ അമേരിക്കക്കാരനല്ലേ? ചായ പറയണ കേക്ക്. എനിക്ക് പറ്റില്ല. എന്റെ വീട്, ഞാൻ കുളിക്കും. നീ പോടാ, നീ പണി നോക്കും. പറഞ്ഞാ മനസ്സിലാവൂല. അല്ല അച്ചായ, അച്ചായ ഇവിടെ കുളിക്കരുത് പറയാൻ ഒരു കാരണമുണ്ട്. എന്ത് കാരണം? അതെന്താ കാരണം എന്ന് വെച്ചാൽ ഒരു കാരണം ഉണ്ടാക്കി പറ. എന്റെ വീട്ടിൽ എനിക്ക് കുളിക്കാം. കാരണമുണ്ട്. പ്ലംബിംഗ് കഴിഞ്ഞിട്ടില്ല. പ്ലംബിംഗ് കഴിയാതെ എങ്ങനെ കുളിക്കും? പ്ലംബിങ്ങിനാണെന്നും പറഞ്ഞ ഡോളർ ഞാൻ ഇട്ട് തന്നല്ലോ. അതിന്റെ ആ പ്ലംബിങ്ങിനാണെന്ന് പറഞ്ഞിട്ടല്ല, അത് പമ്പിങ്ങിന്. അതായത് ഈ വീട് പണി നടന്നപ്പോ വെള്ളം ഇല്ലായിരുന്നല്ലോ, താഴത്തെ പറമ്പിന്ന് ഇങ്ങോട്ട് പമ്പ് ചെയ്ത് അതിനു വേണ്ടി അയച്ചതാ. ഒരു എല്ലിന്റെ കുറവല്ലേ ഉള്ളൂ. അതെ. എന്തായാലും ഞാൻ എന്റെ വീട്ടിൽ കുളിച്ചിട്ട് എന്റെ കാര്യമുള്ളൂ. ഒരു ബക്കറ്റ് വെള്ളം അകത്ത് കയറ്റി വെക്കുന്നുണ്ട്. പിടിച്ചോ? അതെ, വേറെ പ്രശ്നമുണ്ട്. അങ്ങനെ കുളിക്കാൻ പറ്റില്ല. ഒരു വീട് പണിതിട്ട് നമ്മൾ ആദ്യം കയറി കുളിക്കുകയാണോ? ആദ്യം ഒരു ചടങ്ങില്ലേ, പാല് കാച്ചണം. പാലില്ലല്ലോ. പാലില്ല. പറഞ്ഞില്ലേ? ഒരു കവർ പാൽ മേടിച്ചോളാം. ഞാനാ പോയി മേടിച്ചോണ്ടോടാ. ഞാൻ പോവേ. എവിടെ പോണ്ടാ? ഇയാളാണോ പാല് കാച്ചിന്റെ എടുത്തിട്ടാ? അതെ. ഇയാൾ ഒറ്റയ്ക്ക് കൊണ്ടാകും. അതെ അച്ചായ, നമുക്ക് പിന്നെ കുളിക്കാം. മാറി കിടക്കുന്നത് പിടിച്ച് മാറ്റേ. ഞങ്ങൾക്ക് കുളിക്കണം. ഇടതുകാല് വെച്ച് കയറി. ഇടതുകാല് വെച്ച്. അല്ല, പാല് കാച്ചാൻ അടപ്പ് കത്തിക്കരുത്. മൊത്തം തൊളിയും. പരിപാടി എല്ലാം പൊളിഞ്ഞു. മൊത്തം പൊളിയും. എടാ, ആ പെണ്ണുമ്പുള്ള അകത്ത് കയറും. പാല് കാച്ചാൻ വേണ്ടി തീ കത്തിക്കും. ഇത് മൊത്തം കത്തും. രണ്ടും അകത്ത് കിടന്ന് വെന്ത് ചാവും.
നിങ്ങൾ പോലീസുകാർ വന്ന് നിങ്ങൾ രണ്ടിനെ പൊക്കും. നമുക്ക് നാട് വിട്ടാലോ? ആ നല്ല കാര്യമായി. കൊലപാതകത്തിന്റെ കൂടെ നാട് വിടലും. ജയിലിരിക്കാൻ പോലും വെളി ഇറങ്ങൂല. എന്റെ ദൈവമേ, പരിപാടി പൊളിക്കല്ലേ. എന്താണ് പ്രശ്നം അവിടെ മൊത്തത്തിൽ പ്രശ്നമാണ്. ഇവിടെ ആവുമ്പോ പ്രശ്നമില്ലല്ലേ? ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഒരു 1/2 കിലോ പ്രശ്നം ഞാൻ എടാ ഞാൻ പ്രശ്നം വിൽക്കാൻ വന്നതല്ലെന്ന്. അവിടെ പിണങ്ങിപ്പോയ നടിയില്ലേ, ആ പെണ്ണ് തിരിച്ചു വന്നെന്ന്. അതുകൊണ്ട് ഷൂട്ടിംഗ് അവിടെ തുടങ്ങാൻ പോവുക. ഞാൻ ഈ വീട് പൊളിക്കാൻ വേണ്ടി വന്നാ. വീട് വിളിക്കാൻ പറ്റത്തില്ല. ഡയറക്ടറോടെ കളിച്ചിരിക്കുവാ. മുതലാളി അകത്ത് കുളിച്ചോണ്ടിരിക്കുവാന്ന്. അകത്ത് കയറിയത് പൊളിക്കരുത്, മൊത്തത്തിൽ പൊളിയും. ജീവിത പ്രശ്നം. നടി ക്ലൈമാക്സ് ഇറങ്ങി വരുന്ന ഈ വീട്ടിൽ നിന്ന്. അതുകൊണ്ട് ഞാനിത് പൊളിക്കും. കലേശ കയറി എന്റെ ശവത്തെ ചവിട്ടിട്ട് നീ പൊളിക്കുള്ളൂ. നിങ്ങൾ എന്റെ ജീവിതമാണോ മക്കളെ പൊളിക്കല്ലടാ. അയ്യോ എന്റെ വീട് കൊണ്ടുപോകണേ, എന്റെ ചെറിയാനച്ചാന്റെ വീട് കൊണ്ടുപോകണേ. അത് പൊളിക്കല്ലടാ, അതെങ്കിലും ഇവിടെ വെച്ചിട്ട് പോടാ. നോക്കി പൊളിക്കടാ. അച്ഛനോട് അച്ഛനോട് പോയി. ഇതും കൂടെ എടുത്തോണ്ട് പാടാ. കലേശം ഓടി പാടാ. ഓടി പാടാ. കുമ്പത്തിരുന്നു ഞാലാടും ചെല്ലപ്പൈങ്കിളി എന്റെ ബാലഗോപാലനെ എണ്ണ തേക്കുമ്പോ പാടടി. അയ്യോ ഇത് എന്തരുത്, എത്ര നേരം കൊണ്ട് ഞാനിത് ഊതണത് കത്തണതുമില്ല. ഈ പാല് വാങ്ങിക്കാൻ പോയവ ഇത് എവിടെ പോയാവോ? ഹലോ നാടോടി സ്ത്രീ, എന്തരണ്ണ? എന്താ എന്റെ പറമ്പില്? അല്ലണ്ണ പാല് കാച്ചണ് നഗരത്തിലാവാ. അച്ചായ അയ്യോ നമ്മുടെ വീടവിടെ. അയ്യോ ശരിയാണല്ലോ. Where is my house? എവിടെ എന്റെ വീട്? ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഞാൻ കണ്ടില്ലേ, ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അതെന്താന്നോ, അതായത് വീടിൽ എയർ സർക്കുലേഷന്റെ ഒരു കുറവുണ്ടായിരുന്നല്ലോ. അപ്പൊ ഞങ്ങൾ അതിന് വേണ്ടി എയർ ഹോൾ ഇട്ടു. എയർ ഹോൾ ഇട്ടിട്ട് വന്നപ്പോ വലിയ ഹോളായി പോയി, വീടോടെ എടുത്തോണ്ടങ്ങ് പോയി. അപ്പൊ എന്റെ 1.5 കോടി രൂപയുടെ വീട്. എത്ര കോടി? 1.5 കോടി. കൊറേ തിന്നല്ലേ. നീ പണങ്ങളെല്ലാം എണ്ണി മേടിച്ചിട്ട് വീടെവിടെയാണോ? മര്യാദക്കുള്ള വീടുണ്ടാക്കി തന്നില്ലെങ്കിൽ നീ എന്റെ കുണം മാറ്റരുത് നീ. ഇപ്പോഴാണ് അവളെ എനിക്ക് മനസ്സിലായത്. വെള്ളാളി കായലി കക്ക വരുന്ന ശാന്താക്കേടെ എന്റെ 1.5 കോടി, എന്റെ വീട്, എന്റെ നഗരത്തിലോവാ. അയ്യോ അപ്പൊ എല്ലാം സെറ്റാന്ന് പറഞ്ഞിട്ടോളാം. ഞങ്ങൾ ഒരു കള്ളവും പറഞ്ഞില്ല, എല്ലാം സെറ്റായിരുന്നു. അയ്യോ അറ്റം കിട്ടാനെട്ടോട്ടമല്ലേ കിട്ടും പൊട്ടിപ്പട്ടങ്ങൾ പോലെ. സജിയേട്ടാ പേടിക്കാനൊന്നുമില്ല, ഞാൻ പറയുന്നവരങ്ങ് ചെയ്താ മതി. വന്നില്ലേ? പേടിക്കാനൊന്നുമില്ല. ആ ഇവിടെ എല്ലാരും പാവാ. അഭിഷേടം കണ്ടിട്ടാണ് പേടിക്കണ്ട. അഭിഷേടം പാവാ. ഒരു ഹായ് ഞാൻ മാത്രല്ല, തോമസ് സാറൊക്കെ പാവ, അറിയാമോ? ഹായ് കൊടുത്ത്. ഹായ് ഹായ് ഹായ്. ഇപ്പൊ ടെൻഷൻ മാറിയോ? ചേച്ചി ഒന്ന് ടെൻഷനൊക്കെ ഒന്ന് മാറ്റി കൊടുക്ക്. ഞാൻ ടെൻഷൻ മാറ്റി കൊടുക്കണോ? ഞാൻ വന്നെ ടെൻഷൻ കൂടുവോ? ഇല്ല ഇല്ല ഇല്ല. ഉറപ്പാണോ? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടുത്തെ എല്ലാരും നമുക്ക് അറിയുന്നവരാ, ഇവരൊക്കെ പാവാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. എന്തിനാ എന്നെ കള്ളം പറയുന്നേ? കള്ളം പറയുന്നത് എന്തിനാ മോള്? ഞാൻ കള്ളം പറയുന്ന ഞാൻ ഭയങ്കര സാധനമല്ലേ. ആരാ ഇരിക്കുന്നറിയോ? ഇന്നാളൊരു ചെറിയ കുട്ടിയുടെ ചെവി തിന്നു. ആ ചെവി വിശന്ന ചായയുടെ കൂടെ ഒരു ചെവിയെ തിന്നുന്നത്. ഒരു കുട്ടിയെ ഞാൻ കൊമ്പ് കൊണ്ട് കുത്തി മറിച്ചിട്ടുണ്ട്. അതാ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ വെറുതെ എല്ലാരും പാവാന്ന് പറഞ്ഞ മോൾ എങ്ങനെ ശരിയാവും? ഞാനിപ്പോ വാലെ ചുഴറ്റി എടുത്ത് ഇങ്ങനെ കറക്കി കാണിച്ചു. അയ്യോ ഒരു മിനിറ്റ്, പാവത്തിനെ ഇനി പേടിപ്പിക്കല്ലേ പ്ലീസ്. ഞങ്ങൾക്ക് മനസ്സിലായി, ഇനി പേടിപ്പിക്കല്ലേന്ന് പറ. പേടിപ്പിക്കല്ലേ. ഇതൊക്കെ ശരി. വന്ന് നിൽക്കുന്ന ആളെ എന്തൊക്കെ ഒന്ന് ചോദിക്കാമോ? പുള്ളിക്കാരൻ 2 മിനിറ്റ് കഴിഞ്ഞ ഹൈ അമ്മ അച്ഛാന്ന് പറഞ്ഞു വരും. ഹായ് അളിയാ. എന്നാണ്ട് വീട്? എന്നാണ്ട് പേരുന്നത്? എന്നാണ്ട് വിശേഷം? ആണോ? കയ്യങ്ങ് വിട്ട്, എനിക്ക് ഭർത്താവുള്ള വിട്ടു. ഓക്കെ. പേര്? സജികുമാർ. സജികുമാർ. സജികുമാർ.
ഇതിപ്പോ ആർക്കാണ് പേടി? അവനോട് ആദ്യം പറഞ്ഞ കൗണ്ടർ അവന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവനെ പിടിച്ച് കൈ കൊടുത്തിട്ട് അപ്പൊ തന്നെ കൈ വിടാൻ പറയാതൊന്നുമല്ല. മോനെ എവിടെ വീട്? വീട് തട്ടത്തുമല, തിരുവനന്തപുരം ജില്ലയിൽ. കിളിമാനൂർ അടുത്തായിട്ട് വരും. ആ എനിക്കറിയാം, തട്ടത്തുമല കേട്ടിട്ടുണ്ട്. ആ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ ഇലക്ട്രീഷ്യനാണ്. ആ അപ്പൊ ഇവിടെ വന്നേക്കുന്നത് ഇവിടെ ഒന്ന് മിമിക്രി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്, എന്ത് ചെയ്യുന്നുള്ളത് അല്ലേ? അതാണ് പോയിന്റ്. നമുക്കറിയാം എന്ത് ചെയ്യുന്നു ഇവിടുന്ന് പോവാൻ എന്ത് ചെയ്യുന്ന മിമിക്രി എന്ന് പറയുമ്പോൾ സൗണ്ടുകളാണ് എടുക്കുന്നത്. സിനിമാ നടന്മാരുടേതാണോ? താരങ്ങളുടെ വോയിസ് ആണ്. ആണ്. നമുക്കപ്പോ ഓരോന്നോരോന്നായിട്ട് കേൾക്കാം. നമുക്ക് ഞെട്ടണം ഞങ്ങളെല്ലാരും. ഓക്കെ തുടങ്ങാം. ശരി. നമ്മുടെ മിമിക്രി താരവും സിനിമാ താരം കൂടിയൊക്കെ കലാഭവൻ പ്രചോദേട്ടൻ. പ്രചോദേട്ടൻ അപ്പം ഈ വേദി വരെയാണ് ലൈവായിട്ട് സംസാരിക്കുക. അല്ല മോനെ, എല്ലാവർക്കും ഒരു ബിഗ് സാല്യൂട്ട് തന്നെയാണ്. കാരണം എന്നും നിങ്ങളൊക്കെ നമ്മളെ കോരി തെറിപ്പിക്കുന്ന തരത്തിലുള്ള പെർഫോമൻസ് ആണ് കാഴ്ച വെക്കുന്നു എന്നുള്ളതാണ്. കാരണം നമ്മളൊക്കെ എന്നും അന്തം വിട്ട്, ഞാനൊക്കെ എന്നും അന്തം വിട്ട് ഈ പിള്ളേരുടെ പെർഫോമൻസ് ഒക്കെ കാണുന്നു എന്നുള്ളതാണ്. മോനെ ഒരിക്കൽ കൂടി ഒരു ബിഗ് സാല്യൂട്ട് നൽകാം. അത് സൂപ്പറായി കിടക്കി. അപ്പൊ അടുത്ത ഇനി ഓരോന്നോരോന്നായിട്ട് വരട്ടെ. നെക്സ്റ്റ് ആരുടെ സൗണ്ട് ആണ് കേൾക്കാൻ? പ്രചോദേട്ടൻ ഇടയ്ക്ക് അദ്ദേഹം ഒരു മൂളൽ ഇടാറുണ്ട്. അപ്പം ഒരു മൂളൽ ഇടയ്ക്ക് എന്തെങ്കിലും സംസാരിച്ച് തിരിച്ച് ഇങ്ങോട്ട് ഒരു മൂളൽ ഇടാറുണ്ട്. എന്തെങ്കിലും ഒന്ന് സംസാരിച്ചു അങ്ങനത്തെ രീതിയിൽ. ഓക്കെ. പ്രജോദേട്ടാ, നമ്മുടെ കോമഡി മാസ്റ്റേഴ്സും കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് പോയാലോ? ഇപ്പൊ റീസെന്റ് നമ്മളിവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് അത് കണക്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. കിടിലോ. ഇതൊക്കെ എങ്ങനെ ഒബ്സർവ് ചെയ്യുന്നു? പ്രാക്ടീസ് അല്ല, എന്നുവെച്ചാൽ സാധാരണ ആൾക്കാർ സിനിമ ഡയലോഗ് അല്ലെങ്കിൽ ലൈവ് ഷോവിന്റെ ഇടയ്ക്കുള്ള ഒരു സ്പീച്ച് ഇതൊക്കെയാണ്. പക്ഷെ ഈ മൂളിലൊക്കെ ഒബ്സർവ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഒരു കഴിവ് തന്നെയാണ്. പ്രചോദേട്ടൻ നിങ്ങളുടെ ഒന്നും പൈസ മേടിച്ചിട്ട് തരാതിരിക്കും അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ട്? ഇത്രയും പുറകെ നടന്ന് ഒബ്സർവ് ചെയ്ത് വർത്താനം പറഞ്ഞു. ഇതുപോലെ ഒരുപാട് ഒബ്സർവേഷനിൽ ഇനിയും ഒരുപാട് ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. ആരൊക്കെയാണ് നമുക്ക് അടുത്ത കേൾക്കാൻ പറ്റുന്നത്? നമ്മുടെ പ്രിയപ്പെട്ട സിനിമാ താരം കൂടിയൊക്കെ രഞ്ജി പണിക്കർ. അദ്ദേഹത്തിന്റെ ലൈവായിട്ടുള്ള എനിക്ക് തോന്നുന്നു ഒരു പരാജയം നൽകുന്ന ഒരു ഊർജം ഒരു വിജയത്തിന് നൽകാൻ കഴിയില്ല എന്നുള്ളതാണ്. പല ആൾക്കാരും പലതും പറയും, നിനക്കൊന്ന് അങ്ങനെ ചെയ്തുകൂടെ, നിനക്കൊന്ന് ഇങ്ങനെ ചെയ്തുകൂടെ. അവർക്കാർക്കും നമ്മുടെ ഒരു അവസ്ഥയുടെ അന്തരം അത് അറിയില്ല. അടിപൊളി, സൂപ്പർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇത് നമ്മുടെ രഞ്ജി പണിക്കർ തന്നെ. അദ്ദേഹത്തിന്റെ ഒരു ചിരി വെർഷൻ ഉണ്ട്. അത് 3 ടൈപ്പ് ചിരി വെർഷനാണ് കാണിക്കാൻ പോകുന്നത്. അദ്ദേഹം ഈ മസിൽ അടക്കി പിടിച്ചുള്ള ഒരു ചിരിയുണ്ട്. ഇനി അദ്ദേഹം താല്പര്യമൊന്നും ഇല്ലാതെ ഒരു ചിരിയുണ്ട്. ഇനി അദ്ദേഹം തുറന്ന് ചിരിക്കാറുണ്ട്. അങ്ങനെ ചിരിയിലേക്ക് നമ്മൾ എത്തി. ഇനി അടുത്ത ആരുടെ വോയിസ് ആണ്? അടുത്ത നമ്മുടെ സണ്ണി വേന്റെ വോയിസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. നീ ആരാടാ? ഇതിനു മുൻപ് ഇവിടെ നിന്ന് കണ്ടിട്ടില്ലല്ലോ. അത് പറ, നീ ആരാടാ? മിണ്ടാതെ വാരം ചൂട്ടി ഏതായാലും മൂലിക്ക് പോയി കിടന്നു. മിണ്ടാതിരിയടാ കിളവോ. ഇതുപോലെ തന്നെ സണ്ണിച്ചന്റെ വേറെ വേർഷൻസ് ഉണ്ടോ? ചിരി, മൂളൽ എന്തെങ്കിലും? സണ്ണിച്ച ഇടയ്ക്ക് ഇന്റർവ്യൂലൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു അത് പ്രത്യേക രീതിയിലാണ് സംസാരിക്കുന്നത്. മാനറിസംസ് ഒന്ന് കാണിക്കാം. ഇനി നെക്സ്റ്റ് ഐറ്റം. ഇനി അടുത്തായിട്ട് നമ്മുടെ ബിനു പപ്പു, അദ്ദേഹത്തിന്റെ വോയിസ് ആണ് ചെയ്യാൻ പോകുന്നത്. അകലെ ട്രീസ് തന്നെ ഓളെ വീട്ടിൽ പോയിട്ട് 4-5 കൊല്ലായി. ഇടയ്ക്ക് എനിക്ക് തന്നെ തോന്നാറുണ്ട് ഞാൻ ചെയ്ത വല്ലത്തെ ക്രൂരതയായി പോയി. എടാ, വീട്ടുകാരോടൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് പതുക്കെ നടത്തിയ പോരെ, നിങ്ങളൊക്കെ ചെറിയ പ്രായമല്ലേ. നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിക്കുന്ന കോമഡി താരം കൂടിയൊക്കെ ആയിട്ടുള്ള നമ്മുടെ ദീപു നാവായിക്കുളം, ദീപു ചേട്ടന്റെ വോയിസ് ആണ് ചെയ്യാൻ പോകുന്നത്. ശരി. എന്താ പേരെന്നണ്ടേ? നമ്മളില്ല അപ്പുറത്തല്ല മറ്റേ രായന്റെ നിക്കർ കാണാണ്ടേ. ഇത് എവിടെ പോകുന്ന നമ്മുടെ സംഭവം എന്ന് പറഞ്ഞാൽ ഇവനും ഇവന്റെ കുറെ കൂട്ടുകാരന്മാരും ഈ എല്ലാം കൂടെ നമ്മളെല്ലാം മറ്റേ തോറണ്ടല്ല തോറി അവിടെ ഇങ്ങനെ പുള്ളി ഇങ്ങനെ കുളിച്ചോണ്ടിരിക്കുന്ന അങ്ങനെയാണ് ഇങ്ങനെ നിക്കർ എല്ലാം കൂടെ തോട്ടിൽ ഇങ്ങനെ ഒഴുകി പോകുന്ന പറഞ്ഞാട്ടെ. നിന്റെ കുഞ്ഞമ്മേനെ മോനല്ല. ദീപു ചേട്ടൻ നിങ്ങൾ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടോ? ചില്ലറായിട്ട് തരാം നമുക്ക്. ദീപു ഉറങ്ങുന്നുണ്ട്. ദീപു ഉറങ്ങുന്നത്. നൈസ് ജോക്ക്. എന്നാലും ഞാൻ ചിരിച്ചത് എന്റെ ഉള്ളിലുള്ളത് നൈസ് ജോക്ക് എന്ന് പറഞ്ഞാൽ വിചാരിച്ചോളാം ചളിയാന്ന്, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, വേറെ ഐറ്റം ഞാൻ ചോദിച്ച സീരിയസ് ആയിട്ട് ചില്ലറായിട്ട് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് തരാം? ഇപ്പൊ ഒരു ലോഡ് ക്യാഷ് ഇറക്കി ദീപു ചേട്ടൻ. ഇനി കഴിഞ്ഞു.
ചെയ്തൊക്കെ കിടിലുമായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സജികുമാർ വന്ന് നിൽക്കുമ്പോ നമ്മൾ വിചാരിക്കും ഭയങ്കര പേടിച്ചാന്ന്. ബാബാ ഞാൻ ഒന്നും ചെയ്യില്ല കേട്ടോ, ഭയങ്കര പേടിച്ചാന്ന്. പക്ഷെ ആദ്യമായിട്ടാണോ ഇങ്ങനെ പെർഫോം ചെയ്യുന്നത്? അല്ല, വേറെ ചെയ്തിട്ടുണ്ട്. ആ, വീട്ടിലെല്ലാരും വിനയകുമാർ എന്നാണോ വിളിക്കുന്നത്? സജികുമാർ തന്നെ വിളിക്കുന്നത് ആണ്. ഞാൻ ചെറുതായിട്ടൊന്ന് ചളി അടിച്ചാൽ ഞാൻ തട്ടിക്കളഞ്ഞു. അല്ല ഞങ്ങള് വിട്ട ഞങ്ങള് പ്രോത്സാഹിപ്പിച്ച് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അങ്ങാ നീ നന്നായി പോയാലോ. അത് കറക്റ്റ്, അങ്ങനെ ചെയ്യരുത് കേട്ടോ. വിനയകുമാർ വളരെ അങ്ങനെ ഒരു നയം എടുത്തിരിക്കുക. പിന്നെ ശരി, ഞാൻ ഇനി ഒന്നും മിണ്ടുന്നില്ല. ഇനി മുതൽ ഞാൻ ഫുൾ പ്രോത്സാഹനായിരിക്കും. താങ്ക് യു അണ്ണ. നമുക്ക് എന്തായാലും ഇദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ പറ്റി ഒന്ന് സംസാരിക്കാം. ഞാൻ പക്രുചേട്ടനിൽ നിന്ന് തുടങ്ങാം. സജികുമാർ നന്നായി, വെറൈറ്റി ഉണ്ടായിരുന്നു. പറഞ്ഞാൽ പ്രചോദനയൊക്കെ അധികം ആരും അനുകരിച്ച് നമ്മൾ കണ്ടിട്ടില്ല. നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ രഞ്ജി പണിക്കർ സാറിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദീപുവിന്റെ ശബ്ദമില്ലേ, ദീപുവിനെ മാക്സിമം കുറച്ച് നല്ല ലെങ്തി ഡയലോഗ് നല്ല രസമായിട്ട് അവതരിപ്പിച്ചു. നല്ല സാധ്യതയുള്ള കലാകാരനാണ്. പ്രൊഫഷണൽ മിമിക്രി ആർട്ടിസ്റ്റ് അല്ല. മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്നുവെച്ചാൽ ഞാൻ ചോദിക്കുന്ന സ്റ്റേജ് പരിപാടികൾക്കൊക്കെ പോകാറുണ്ടോ? സ്റ്റേജ് പ്രോഗ്രാം കുറവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു അതിൻ്റെ എന്താ എക്സ്പീരിയൻസിൻ്റെ സ്റ്റേജ് എക്സ്പീരിയൻസിൻ്റെ ഒരു ചെറിയ ഒരു കുറവ് പെർഫോമൻസിൻ്റെ അവിടെ ഇവിടെ ഉണ്ട്. എന്നാൽ ചെയ്തതൊക്കെ നന്നായിട്ടുണ്ട്. നല്ല രസമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നല്ല രസമുണ്ടായിരുന്നു സജി. നിങ്ങൾ ചെയ്യുന്നത് ചില നല്ല മരുന്ന് വിൽക്കുന്ന ആൾക്കാരൊക്കെ സാമ്പിൾ സൗജന്യം എന്നും പറഞ്ഞൊരു ഇച്ചിരി തരൂല്ലേ, അതുപോലെ നിങ്ങളൊരു ഇച്ചിരിയെ തരുന്നുള്ളൂ. ഞങ്ങൾക്ക് ആ സാമ്പിൾ ഇഷ്ടപ്പെടുമ്പോഴത്തേക്ക് നിങ്ങൾ പ്രൊഡക്റ്റ് തരുന്നില്ല. അതിനു മുമ്പ് നിർത്തിക്കളയും അല്ലേ? അതിനു മുമ്പ് നിർത്തുകയാണ്. നല്ല രസമുള്ള ഒബ്സർവേഷൻ ആണ്. ആവശ്യത്തിന് കൊടുത്തു. ദീപ് നല്ല നീളമുണ്ട്. ആ സ്കിറ്റ് അവൻ കളിച്ചാന്ന് തോന്നുന്നു. ആ ഡയലോഗ് മുഴുവൻ അറിയാം. ബാക്കി ചിരികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെ നല്ല രസമുള്ള കണ്ടുപിടുത്തങ്ങളും ചെയ്തും ഒക്കെയാണ് കേട്ടോ. നല്ല ഫുഡാണ്. താനിനി ഭംഗിയായിട്ട് വിളമ്പും കൂടെ ചെയ്താൽ കുറെ പേർക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ സാധിക്കട്ടെ. ഇനിയും തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വരാം. നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള പെർഫോമൻസിലൊക്കെ തരാം. ഓക്കെ, താങ്ക് യു ചേട്ടാ. നമുക്ക് സ്ഥിരം ചെയ്യുന്ന പരിപാടി ഇവിടെ ചെയ്യണം. ചേട്ടൻ വരുന്നു, അവാർഡ് കൊടുക്കുന്നു, കൺഗ്രാറ്റ്സ് പറയുന്നു, കെട്ടിപ്പിടിക്കുന്നു, ബ്രേക്ക് പറയുന്നു. സിമ്പിൾ. ഉടമ കൊടുക്കൽ. അതെ. വീട്ടിലായിരിക്കാ ഉള്ളത്? വീട്ടില് അമ്മ, അനിയൻ. രണ്ടുപേരെടുത്ത് ഞങ്ങളുടെ അന്വേഷണമൊക്കെ പറയണം. തീർച്ചയായിട്ടും പറയാം. ഓൾറൈറ്റ്, സജികുമാറിനുള്ള സമ്മാനം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം. രമേശ് ചേട്ടാ, നമ്മുടെ ഇപ്പൊ പെർഫോമൻസ് കഴിഞ്ഞ സജികുമാറിന്റെ ആ ഒരു ഒബ്സർവേഷൻ സ്കില്ല് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബ്രില്യൻസ്. പുള്ളി ചിരിയൊക്കെ ശ്രദ്ധിക്കുന്നതെല്ലാം അങ്ങനെയുണ്ട്. അത് മിമിക്രി ചെയ്യുന്നവർ പൊതുവെ ശ്രദ്ധിക്കും. രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്നും നമ്മൾ മിമിക്രി ചെയ്യുമ്പോൾ വേറൊരു മിമിക്രിക്കാരനെ അനുകരിച്ചത് കണ്ടുപിടിക്കാം. വേറൊന്നും നമ്മൾ നേരിട്ട് ആ ശബ്ദത്തിൽ ഒബ്സർവ് ചെയ്ത് കിട്ടും. ഇദ്ദേഹമൊക്കെ കുറച്ചുകൂടെ അങ്ങനെ നേരിട്ട് ചെയ്യുന്നതാണ്. അദ്ദേഹം ചെയ്യുന്ന കുഞ്ഞു പീസുകളൊന്നും ഞാൻ പലപ്പോഴും വേറെ ആരും ചെയ്ത് കണ്ടിട്ടില്ല അല്ലേ? അതെ, എന്നാ വെച്ചാൽ ഇപ്പോഴുള്ള പിള്ളേരെല്ലാരും തന്നെ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ചിട്ട് അതില് ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കുക. അതായത് നമ്മൾ നേരത്തെ ഡയലോഗ്സും അതിന് നല്ല ലെങ്തി ഡയലോഗൊക്കെ പറഞ്ഞ് തീർത്തിട്ട് ക്ലാപ്പ് മേടിക്കുന്ന ഒരു കീഴ്വഴക്കായിരുന്നല്ലോ. ഇപ്പൊ ചെറിയ സംഗതികൾ കാണിച്ചിട്ട് വലിയ കൈഡി മേടിക്കുക. അത് ഓരോരുത്തരും ഒബ്സർവ് ചെയ്താലേ. ഇപ്പം ഞാൻ പറയാം, ചിരി തന്നെ നമ്മൾ എടുത്താൽ ഇപ്പം നമുക്ക് ഇന്ത്യൻ സിനിമയില് പേപ്പറിൽ എഴുതാൻ പറ്റുന്ന ചിരി ഉണ്ടല്ലോ. പേപ്പറിൽ എഴുതാൻ പറ്റുന്ന ചിരി നമുക്ക് ചിരിക്കുന്നു എന്ന് ബ്രാക്കറ്റ് ഇട്ടിട്ട് എഴുതാനേ പറ്റുള്ളൂ. ചിരിക്കുന്നതിന് ശബ്ദം എഴുതാൻ പറ്റൂല. പക്ഷേ അനശ്വരാടൻ, ബാലങ്കേ നായർ, രജനീകാന്ത് ഇവരുടെയൊക്കെ ചിരി നമുക്ക് എഴുതാൻ പറ്റും. അവര് ഹാ 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 എന്ന് പറഞ്ഞു തന്നെ ചിരിക്കും. രജനീകാന്തൊക്കെ ഹാ 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 ഇങ്ങനെ ചിരിക്കത്തുള്ളൂ. ഇത് തന്നെയാണ് ബാലങ്കേ നായരും ആന്ധ്രക്കാരൻ കടകടാ പുറത്ത് ഹാ 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 ഇങ്ങനെ ചിരിക്കും. പിന്നെ ഈ ആയും ഹായും ഉപയോഗിക്കുന്നതിന്റെ വ്യത്യാസമുണ്ട്. ഇപ്പൊ നസീർ സാറ് പണ്ട് ഒരു ക്യാരക്ടർ കോമഡി പറയുമ്പം ആകാരം ഹാ എന്നുള്ള അക്ഷരമായിട്ട് മാറും. കോമഡി പറയുമ്പോ ഇപ്പം അമ്മാവനോട് പറയുകയാണെന്ന് വെച്ചു. ഇപ്പം അമ്മാവൻ എന്നോട് ഇങ്ങനെ സംസാരിക്കും. പക്ഷെ അമ്മാവനോട് കോമഡിയാ പറയുന്നെങ്കിൽ അമ്മാവന്റെ കാര്യം മൊത്തം ഹായ് ആയിരിക്കും. ഹയ്യയുടെ മനമേ, അയ്യയുടെ മനമേ എന്ന് പറയൂല. ഇത് ഷീലാമ്മക്ക് നേരെ തിരിച്ചാണ്. ഷീലാമ്മ സെന്റിമെന്റ്സ് വരുമ്പോ ആ ഹായ് ആവും. ആ ഹായ് വരും. ഇപ്പം അയ്യോ നിങ്ങൾ എവിടെ പോയി എന്ന് ചോദിക്കുന്നു. പക്ഷെ പെട്ടെന്ന് കാണാതെ സെന്റിമെന്റ്സ് ആയാല് അയ്യോ നിങ്ങൾ എവിടെ പോയി എന്ന് വെച്ചിട്ട് ആ ഹായ് ആക്കും. പിന്നെ ഇപ്പം ജയൻ സാറിന് ചിരിക്ക് പിക്കപ്പ് ഉണ്ട്. നമ്മൾ പെട്ടെന്ന് ഹാന്ന് ചിരിക്കൂല്ലേ? അങ്ങനല്ല, ജയൻ സാർ ഒരു ചെറിയ പിക്കപ്പ് ഇട്ടിട്ടേ ചിരിക്കുള്ളൂ. പുള്ളി ചിരിക്കുന്നതിന് മുമ്പ് എപ്പോഴും ആ
ഒരു കുഞ്ഞു പിക്കപ്പ് ഉണ്ടായിരിക്കും. അങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കിയാല് ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ ചെറിയ അല്ല, ഞാൻ ചുമ്മാ ചോദിച്ചപ്പോ പറഞ്ഞെന്നുള്ളൂ, ഇത്ര കൈയടിക്കാനുള്ളതൊന്നുമില്ല അതിനകത്ത്. അയ്യോ കൈയടിക്കണം. ഞാനത് ചുമ്മാ പറഞ്ഞ ചേട്ടാ. ഞാനിപ്പോ എലീനെ ചോദിച്ചപ്പം ഒബ്സർവേഷനെ പറ്റി പറഞ്ഞ ഞാനൊരു പെർഫോമൻസ് ആയിട്ട് ചെയ്തൊന്നും അല്ലത്. ഞാനിത് സീരിയസ് ആയിട്ട് പറഞ്ഞ ടിവിയിൽ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാര് നിങ്ങളുടെ ആ പെർഫോമൻസ് കണ്ട് കൂടെ നിൽക്കുന്ന ഓഡിയൻസ് കൈയടിക്കുമ്പോഴാണ് ജനങ്ങൾ കൈയടിക്കുന്നത്. നമ്മള് ടി വി പരിപാടിയിൽ ആളെ കൊണ്ടിരുത്താറുണ്ട്. എന്നെ ചേട്ടൻ അറിയത്തില്ലേ? നിങ്ങൾ എത്ര വർഷമായിട്ട് എല്ലാ പരിപാടിയിലും കൈയടിക്കാൻ വരുന്ന ആളല്ലേ? വാട്സപ്പോണ ടൈമിൽ ഞാൻ കൈയടിക്കാൻ വരുന്ന ആളാണ്. എന്റെ പേര് പോലും അദ്ദേഹത്തിന് അറിയത്തില്ല. എന്റെ പേര് ജോപ്പൻ. ജോപ്പൻ. നാട്ടുകാർ വിളിക്കുന്ന ക്ലാപ്പൻ. കയ്യടി പരിപാടിയാണല്ലോ എനിക്ക്. അതായത് ഞങ്ങൾ ഇദ്ദേഹത്തിന്റെ പരിപാടിക്ക് എന്റെ 10-100 പേര് ഞാനും എന്റെ ടീമും വന്നാ കൈയടിക്കുന്നത്. ഓ, അതായത് നമ്മൾ ഈ കാണുന്ന ഷോയിലെ ഓഡിയൻസ് ആയിട്ടുള്ളത് ചേട്ടന്റെ ആൾക്കാരാണ്. എന്റെ ടീമുവാ. ഈ പരിപാടി ഇത്തിരി കുറഞ്ഞു. ഇദ്ദേഹം മാത്രമാണ് എന്നെ പിന്നെ വിളിക്കാറുള്ളത്. ഇടയ്ക്ക് ഞാൻ ഫ്രീ ആയിട്ട് വെറുതെ ഇരിക്കുവാണെങ്കിൽ വീട്ടിലോട്ട് വിളിക്കും. വീട്ടിൽ ചെന്നിട്ട് ഇദ്ദേഹം കൗണ്ടർ പറയുമ്പോൾ ഒരാളും കൈയടിക്കാനില്ല. ഭാര്യ മോന്ത വിളിച്ചിരിക്കുമ്പോൾ ഞാനൊരു കൈയടി കൊടുക്കും. അവര് അത് തന്നെയല്ല. ഇപ്പൊ ഇപ്പോഴത്തെ വർക്ക് എന്ന് വെച്ചാൽ ഞാൻ മരണ വീട്ടിൽ പോകാറുണ്ട് കരയാൻ. ഞാൻ ഞങ്ങളുടെ ഒരു ഗ്യാങ് ഉണ്ട്, മരണ വീട്ടിൽ കരയാൻ പോകാനായിട്ട് ഗ്യാങ് ചെയ്യുന്നുണ്ട്. അതുണ്ട്. പിന്നെ രാഷ്ട്രീയക്കാരുടെ പരിപാടി ഇപ്പൊ ഇലക്ഷൻ ആയിരുന്നല്ലോ, അവിടെ ഭയങ്കര കൈയടി ആവശ്യമാണ്. ഒരു മനുഷ്യനില്ല അവിടെ. അദ്ദേഹത്തിന് അറിയാം ഞാൻ എല്ലാ കാര്യവും കണക്കും പറയാറുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ഇലക്ഷൻ ഇവിടെ പ്രചരണത്തിന് ഇറങ്ങിയപ്പോഴത്തേന് കൈയടിക്കാൻ, പ്രസംഗം കേട്ട് കൈയടിക്കാൻ ഒരു മനുഷ്യനില്ല. ഞങ്ങളൊരു 10,000 പേര് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നു. ഭയങ്കര കൈയടിച്ചടിച്ചടിച്ചടിച്ച് എന്റെ കൈയുടെ തഴമ്പ് വരെ പൊട്ടി. പക്ഷെ അത് നല്ല സ്കോപ്പുള്ള ഒരു ഫീൽഡ് അല്ലേ? കാരണം ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആണെങ്കിലും അവർക്ക് ഈ കൈയടിക്കാനുള്ള അവസരവും കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ ഇപ്പൊ ഇത് കുറഞ്ഞതാ. ഈ അടുത്ത കാലം വരെ എല്ലാ ചാനലിലും 5-6 നോൺ ഫിക്ഷൻ പരിപാടികളുള്ള സമയത്ത് എന്തോരം പേര് കൈയടിക്കാൻ കൊണ്ടുവന്നോണ്ടിരുന്നത്. നമ്മളെല്ലാ പരിപാടിക്കും ഇരുന്ന് കൈയടിക്കാം. പരിപാടിക്ക് ഒരു എനർജി ഉണ്ട്. ബംഗാളികളെയൊക്കെ കൊണ്ടുവരാറുണ്ടോ? ബംഗാളികളെയും വിളിക്കാറുണ്ട്. അപ്പം ചില ആൾക്കാർ കറക്റ്റ് ബംഗാളി ലുക്ക് ആയിരിക്കും. അപ്പൊ നമ്മൾ ചെറിയ മേക്കപ്പ് കിട്ടി വേറെ സെറ്റപ്പ് ചെയ്ത് മിക്കൊക്കെ മേളിലോട്ട് കയറ്റി വെച്ച് അങ്ങനെ സംഭവം കൊണ്ടുപോകും. ഇപ്പൊ ഈ കഴിഞ്ഞ ഇലക്ഷന് നമ്മൾ പ്രചരണത്തിന് പോയപ്പോഴേ അവിടെ സ്ഥാനാർത്ഥികൾ ഭയങ്കര വാഗ്ദാനങ്ങൾ പ്രഖ്യാപിക്കും. ഞാൻ മുടിഞ്ഞ കൈയടി അടിച്ചോ കൈ എന്ന് പറഞ്ഞു. എല്ലാവരുടെയും കൈ തഴമ്പ് കൈയെല്ലാം പൊട്ടി. ഇനിയിപ്പോ ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് ഇവര് കൈയടിക്കാൻ വിളിക്കത്തില്ല. കാരണം ഇവര് പറഞ്ഞ വാഗ്ദാനം ഒട്ടും നടക്കത്തുമില്ല, ഇവരെ ഒട്ട് വെളി കാണത്തുമില്ല. അതുകൊണ്ട് ആ വർക്ക് ഇനി കിട്ടുകയല്ല. പിന്നെ ഈ മരണ വീട്ടിൽ കരയാൻ പോകട്ടെ. ഇപ്പൊ മരണത്തിന്റെ സീസൺ ആയതുകൊണ്ട് മരണ വീട്ടിൽ ഇപ്പൊ ഇഷ്ടം പോലെ കരയാൻ പോയി. അടുത്ത് ഇന്നലെ ഒരു ഫ്ലാറ്റിലായിരുന്നു ഒരു മരണം. അവിടെ ഞാൻ കരയാൻ പോയത്. ഒരു മനുഷ്യനില്ല. എല്ലാ മക്കളെല്ലാം കയറിയ USA, കാനഡ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയേക്കുമല്ലേ. മരിച്ച വീടുകളിൽ ഇപ്പോഴും പഴയ പോലെ അങ്ങനെ അലപ്പറയിട്ട് കരച്ചിലൊന്നുമില്ല. ഒരു നിശബ്ദതയാണ് എപ്പോഴും കാണുന്നത്. നിങ്ങൾ ഇച്ചിരി സൗണ്ട് ആയിട്ടുള്ള കരച്ചിലൊക്കെ ചെയ്യും അല്ലേ? അല്ല, അത് അവര് പറയും കേട്ടോ. അവര് പറയും. നമ്മൾ അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചാ കരയണ്ടേ. ഇതിന് ഓരോ കരച്ചിലുണ്ട്, സെക്ഷൻ ബൈ സെക്ഷൻ. ചില സാമ്പത്തികത്തിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് കരയാൻ നമ്മൾ ചില സ്ഥലങ്ങളിൽ പോകും. അപ്പൊ അവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അലമുറി ഇട്ട് കരയണം. അവരുടെ ആ സൗഹൃദം, സ്നേഹത്തിന് ഭയങ്കരമായിട്ടൊരു ഒരു കാഠിന്യം അവർക്കുണ്ട്. പക്ഷെ ഈ ഫ്ലാറ്റ് ജീവിതം നയിക്കുന്നത് ഭയങ്കര സ്റ്റാൻഡേർഡ് ആൾക്കാരാണ്. ഇന്ന് രാവിലെ ഞാൻ ഒരു ഫ്ലാറ്റ് ജീവിതം നയിക്കുന്ന ഒരു വീട്ടിൽ പോയി മരടില് ഒന്ന് കരഞ്ഞിട്ട് വന്നു. അതെങ്ങനെയായിരുന്നു അത്? അവര് ചില ആൾക്കാർ വരുമെങ്കിലും അവര് ഭയങ്കര എക്സിക്യൂട്ടീവ് ആയിരിക്കും. വരുന്ന ആൾക്കാർ നല്ല ടോപ്പ് ഇൻസൈഡ്സ് ചെയ്ത് ഭയങ്കര സ്റ്റൈലിലൊക്കെ ഇങ്ങനെ വരുന്നത്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മള് ഞാനും അതുപോലെ സെറ്റായിട്ടാണ് നിൽക്കുന്നത്. വന്നു കഴിയുമ്പോൾ അവരിങ്ങനെ വന്ന് ബോഡി നോക്കും. ഞാൻ സൈഡിൽ നിന്ന് ഇന്നലെ 8:45 സൈഡ് അങ്ങ് തളർന്നു പോയത്. ശരിയാ, റീത്ത് വെച്ചിട്ട് പോയിക്കോ. ബാക്കിലെ കോഫിയും ബിരിയാണിയും ഉണ്ട്. ഇത്രയും കൊടുത്താൽ മതി. അതെ. പിന്നെ ഇന്ന് ഉച്ചക്കായിരുന്നു ഭയങ്കര ഒരു സംഭവം. ഒരു മരിച്ചു കിടക്കുന്നുണ്ട്. നന്നായി അല്ലേ? മരിച്ചു കിടക്കുവായോണ്ടേ അല്ല, അയാൾ എണീറ്റ് തല്ലത്തില്ല. ഇപ്പോൾ കാലഘട്ടത്തിനകത്തുള്ള കരച്ചിൽ വേണമെന്ന് അവര് പറഞ്ഞു. കരച്ചിൽ എങ്ങനെയാ? അലമുറയിട്ട് കരഞ്ഞ് ഇപ്പൊ എന്റെ തൊണ്ട ഇപ്പൊ ഇത്തിരി പോയിരിക്കുകയാണ്. പിന്നെ ഞാൻ കാണാൻ വേണ്ടി അതിപ്പോ ഈ ചെണ്ട ഒട്ടുകാരന്റെ ഒരു വീട്ടില് അവർ ഈ പ്രോഗ്രാമിന് പോയേക്കുമായിരുന്നു. ബോഡി അധികം വെച്ച് താമസിപ്പിക്കരുത്, എത്രയും പെട്ടെന്ന് കരഞ്ഞ് ബോഡി അടക്കണം എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഒരു കുറച്ച് ആൾക്കാർ വന്നപ്പോഴത്തേന്, ഒന്നാമതെ ചെണ്ടകൊട്ട് ഫാമിലി ആണല്ലോ. അപ്പൊ അവിടെ നിന്നിട്ട് ആൾക്കാരും കയറി വന്നപ്പോ ഞാൻ നല്ല വളരെ ക്രിയേറ്റീവ് ആയിട്ട് തോന്നി. അത്
ചെണ്ടോട്ടുകാരന്റെ കുന്നംകുളത്ത് ഒരു വർക്കും കൂടെ കിട്ടി, ഈ സാധനം കൂടെ അവതരിപ്പിച്ചു. ഈ ഒറ്റ സാധനത്തിൽ തന്നെ. അതെ അതെ, നമ്മള് പുതുമകൾ കൊടുത്തെങ്കിൽ ഇവര് വർക്കിന് വിളിക്കും. അതെ, അപ്പൊ എനിക്ക് വേറൊന്നുമില്ല സാറേ, അദ്ദേഹം ഫണ്ട്സ് അപ്പോൺ ടൈമിൽ എന്നെ വിളിക്കാറുണ്ട്. നിങ്ങളുടെ ഈ ഷോയിലും എന്നെ കൈയടിക്കാനായിട്ട് എന്റെ ടീം അംഗങ്ങളെ ഒന്ന് വിളിക്കണേ. ഡയറക്ടറോട് പറയാം. ഡയറക്ടറോടും പറയാം. മാത്രമല്ല നിങ്ങൾക്ക് പരിചയപ്പെടേണ്ട ഒരാളുണ്ട്. KS പ്രസാദ് എന്നാണ് പേര്. പ്രസാദേട്ടനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഒരുപാട് ചിരികൾ അദ്ദേഹത്തിന്റെ വീട്ടിലൊരു ഡയറിയില് ഈ ടൈം കോഡ് എഴുതിയിട്ട് ചെറുചിരി, പൊഞ്ചിരി, പൊട്ടിച്ചിരി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ചിരിക്കുന്ന മുഖങ്ങൾ ഇൻസർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കൈയടികൾക്ക് വേറെ വേറെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തി തന്നാൽ ഇത് വളരെ കൃത്യമായിട്ട് വരും. മാത്രമല്ല അദ്ദേഹം ആലുവ മണപ്പുറത്ത് ബലിക്കാക്കനെ കൈയടിച്ച് വിളിക്കുന്നവരെ ഒരു സ്കിറ്റിനിടയിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് അടുത്ത ബലിക്കാക്കെ കൈയടി വിളിക്കുക എന്റെ ടീം. അത് നിങ്ങളെ നിങ്ങളുടെ ടീമിനെ വിളിച്ചാൽ പുള്ളിക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പൊ ആ അവസരം ഞങ്ങൾക്ക് തന്നുകൂടെ? അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരാനുള്ള ഏർപ്പാട് നോക്കാം, കാര്യങ്ങൾ ചെയ്തു തരാം കേട്ടോ. താങ്ക് യു സർ. ആ ചെണ്ടൊക്കെ നല്ലതായിരുന്നു. താങ്ക് യു സർ. ജോപ്പൻ, ഓക്കെ മിസ്റ്റർ ജോപ്പൻ, ഞങ്ങള് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പം വൈൻഡപ്പ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നന്നായിട്ട് ഓളത്തില് ഒരു കൈയടിക്കണം. ഓക്കെ, ജോലി ചെയ്താണല്ലോ. അതെ, അത് നോക്കിയിട്ട് ഞങ്ങൾ പ്രൊഡ്യൂസറായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞോളൂ. മാഡം യാ, ഗുഡ് വൺ, ഐ ലൈക്ക് ഇറ്റ്. മാസ്റ്റേഴ്സ്, നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അടുത്ത ദിവസം കാണാം. കോമഡി മാസ്റ്റേഴ്സ് വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റാ, ഗുഡ് നൈറ്റ്.